നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവും? പ്രത്യേകിച്ച് നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ക്രിസ്തീയ തോൽവി എന്ന് പറയുന്നത് നീതി നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന. യേശു അങ്ങനെ ചെയ്തേ, നീതി അവന്റെ ഭാഗത്തായിരുന്നു, തോറ്റു കൊടുത്തു. പാപം എന്നത് ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. എന്ത് പാപത്തെക്കുറിച്ചാണ് ബോധം വരുത്തുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16:9 പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ച്. ലോകത്തിലെ ഏതെങ്കിലും നിയമത്തിനോ ഭരണഘടനയ്ക്കോ പോലീസുകാർക്കോ ബോധ്യം വരുത്താൻ പറ്റാത്ത ഒരു പാപമാണ് അവിശ്വാസം എന്ന പാപം. എന്റെ മനസാക്ഷിക്ക് പോലും ആ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്താൻ പറ്റത്തില്ല. ഞാൻ വഴിയെ പോകുമ്പോൾ പോലീസുകാർ തടഞ്ഞു നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിടിക്കാം, ലൈസൻസ് ഇല്ലാത്തതിന് പിടിക്കാം, പക്ഷെ വിശ്വാസം ഇല്ലാത്തതിന് പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം ബോധ്യം വരുത്താൻ പറ്റുന്ന ഒരു പാപമാണ്. ബാക്കി എല്ലാ പാപങ്ങളും, ഈവൻ മോഹങ്ങൾ പോലും നമ്മുടെ മനസാക്ഷിക്ക് കണ്ടുപിടിക്കാം. എന്നാൽ അവിശ്വാസം എന്ന പാപത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് ബോധ്യം തരണം. അപ്പൊ ശരിക്കും ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് എന്നാണ്. അപ്പൊ അവിശ്വാസം എന്ന പാപമാണ് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് നാം പെന്തക്കോസ്ത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അതൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് വിശ്വാസത്തിന് പാളം തെറ്റിപ്പോയി എന്ന് പറയുന്നതായിരിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, ആശ എന്നുള്ള വാക്ക് നമ്മൾ രാവിലെ കണ്ടു, അത് വെറും മോഹങ്ങളല്ല, അത് പ്രത്യാശയാണ്. ഹോപ്പ്. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നമ്മൾ ഇന്ന് അതിനെ മാറ്റി മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാക്കിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും മോഹിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുമാണ് നമ്മൾ ഇന്ന് വിശ്വാസത്തെ പ്രയോഗിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തകം അനുസരിച്ച് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി പ്രത്യാശിക്കുന്നോ അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഗ്യാരണ്ടിയും, നാം എന്ത് കണ്ടിട്ടില്ല ആ അദൃശ്യ ലോകത്തിൽ കാണാത്ത നിത്യമായ സംഭവങ്ങൾ, നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചത്, നമുക്ക് വേണ്ടി അവൻ നീതിയായി മാറിയത്, നമുക്ക് വേണ്ടി നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതിൽ അദൃശ്യ ലോകത്തിൽ നിത്യമായ ലോകത്തിൽ നടന്ന കാര്യങ്ങൾ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ ബോധ്യപ്പെടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നിത്യ രാജ്യം ഉണ്ടെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തെ വിട്ടുകളയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തെ വിട്ടുകളയാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോകം ഉണ്ടെന്ന് ഉറപ്പ് വന്നാലല്ലേ ഈ ലോകം കളയാൻ പറ്റും. ഇപ്പൊ രണ്ടും കളയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ശരിക്കുമുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൃശ്യമായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അദൃശ്യമായ നിത്യമായ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കയറാനുള്ള ദൈവം നമുക്ക് തന്ന ആ ഡൈമെൻഷനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ വിശ്വാസത്തിൽ എന്തെല്ലാം ഉണ്ട്? നാളെ വരാനിരിക്കുന്ന ഒരു ഹോപ്പ് ഉണ്ട്. അതായത് ഇനി പ്രത്യാശ എന്ന് പറയുന്നത് എപ്പോഴും നാളെ സംബന്ധിക്കുന്നതാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് വരാനിരിക്കുന്ന തേജസ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. റോമലേഖനം 8:23 വാട്ട് ഈസ് പ്രത്യാശ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇന്ന് എന്റെ കണ്ണ് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, കൈ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, എല്ലാം അതിന് തോന്നിയതൊക്കെയാണ്. പക്ഷെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിൽ ഒരു ഞരക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കണ്ണുകളെ പോലെ ഇത് രൂപാന്തരപ്പെടണമെന്നും യേശുവിന്റെ ഹൃദയത്തെ പോലെ എന്റെ ഹൃദയം രൂപാന്തരപ്പെടണമെന്നും, എന്റെ അവയവങ്ങളിൽ ആകാശത്തവൻ വരട്ടെ, പക്ഷെ അതിനു മുമ്പ് എന്റെ അവയവങ്ങളിൽ അവൻ വെളിപ്പെടണമെന്നുമുള്ള ഒരു ഞരക്കം എന്റെ ഉള്ളിൽ വരുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇത് അവസാനം തീരുന്ന നമ്മുടെ തേജസ്കരണത്തിലൂടെയാണ്. അപ്പൊ തേജസ്കരണത്തിന് വേണ്ടി ഞരക്കത്തോടെയുള്ള ഒരു കാത്തിരിപ്പാണ് പ്രത്യാശയെങ്കിൽ ആ തേജസ്കരണം എനിക്ക് ലഭിക്കുമെന്നുള്ള ഗ്യാരണ്ടിയാണ് വിശ്വാസം. അതാണ് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാലോ, യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്നും ആ യേശുവിന്റെ നടുവിലുള്ള ആ ക്രൂശിൽ യേശു മരിക്കുമ്പോൾ അവന്റെ കൂടെ എന്റെ പഴയ മനുഷ്യനെയും അവൻ ക്രൂശിൽ തറച്ചിരുന്നുവെന്നും ഞാൻ യേശുവിനോടൊപ്പം മരിച്ചവനാണെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണെന്നും അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്യപ്പെട്ട എന്റെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്നും ഞാൻ കാണാത്ത ആ കാര്യങ്ങൾ അദൃശ്യ ലോകത്തിൽ നിത്യമായത്, പൗലോസ് പറഞ്ഞ പോലെ കാണാത്ത കാര്യങ്ങൾ നിത്യമാണ്, നിത്യമായ ലോകത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാകുന്നതിനെയാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്കില്ല. നാം സത്യത്തിൽ വിശ്വാസം എന്ന് കാണുന്നത് നമുക്കില്ല എന്ന് ഞാൻ ജനറലായിട്ട് പറയുന്നത്, നമുക്ക് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, നിങ്ങൾക്കെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കില്ല എന്ന് ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഈ സമൂഹത്തിൽ വിശ്വാസത്തിന് താളക്രമം നഷ്ടപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്തിന്റെ ഓർഡർ പോയിരിക്കുന്നു, വിശ്വാസം എന്നതിന്റെ അർത്ഥം തന്നെ നശിച്ചു പോയിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാത്താൻ ഉപയോഗിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഒരേ വാക്കുകളാണ്, പക്ഷെ ഡിക്ഷണറി വേറെയാണ്. കൃപ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല സാത്താൻ ഉദ്ദേശിക്കുന്നത്. കുറെ നാളായിട്ട് നമ്മളത് കേൾക്കുന്നുണ്ട്. പാപമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല സാത്താൻ ഉദ്ദേശിക്കുന്നത്, മാനസാന്തരമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല സാത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം വാക്കുകൾ ഒന്ന് തന്നെയാണ്, പക്ഷെ പ്രയോഗിക്കുന്ന വേറെ. വിശ്വാസം എന്ന് പറയുന്നതും ബൈബിൾ ഉദ്ദേശിക്കുന്നതല്ല ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പും
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്ന രാവിലെ നമ്മൾ കണ്ടത്. കാണാത്ത കാര്യങ്ങളെ കുറിച്ചായിരുന്നു രാവിലെ നാം മുഴുവൻ സംസാരിച്ചത്. അത് വീണ്ടും ആവർത്തിക്കാൻ സാധിക്കില്ല. എങ്കിലും ഇത്രയും അതിന്റെ ചുരുക്കമായിട്ട് നമ്മൾ പറഞ്ഞാൽ, യേശുവിന്റെ ക്രൂശിലിന്റെ നടുവിലെ യേശുവിന്റെ ക്രൂശിൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാർ മരിച്ചു. പക്ഷെ ആ നടുവിലുള്ള ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. അത് എന്റെ കാഴ്ചയുടെ ലോകത്തിലായിരുന്നില്ല. കാഴ്ചയുടെ ലോകത്തിൽ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ വിശ്വാസ ലോകത്തിൽ ആ യേശു മരിച്ചപ്പോൾ എന്നെ ഇന്നും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പഴയ മനുഷ്യനെയും യേശു ക്രൂശിൽ തറച്ചിരുന്നു. ഞാനത് വിശ്വാസത്താൽ കാണുന്നു. അതുകൊണ്ട് അവനോടുകൂടെ പാപസംബന്ധമായി ഞാൻ മരിച്ചവനാണ്. അതുകൊണ്ട് ഇനി ആ പാപത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനൊന്നും അല്ല. നമ്മുടെ അവയവങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? ഈ പഴയ മനുഷ്യനെ ഇപ്പോഴും കാണുന്നുണ്ട്, അല്ലെ? പഴയ മനുഷ്യൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഈ പഴയ മനുഷ്യനെ ഇപ്പോഴും കാണുന്നതാണ് അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. യേശു ഇതിനെ ക്രൂശിൽ തറച്ചുവെങ്കിൽ ഇന്നും ഇത് എങ്ങനെ വരുന്നു? എവിടെ നിന്ന് വരുന്നു? എങ്ങനെ നമ്മൾ ഇതിനെ വീണ്ടും കാണുന്നു? അപ്പോഴാണ് ഈ അദൃശ്യ ലോകവും ദൃശ്യലോകവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം കാണാത്ത അദൃശ്യ ലോകത്തിൽ നടന്നതെല്ലാം ഈ ദൃശ്യലോകത്തിൽ അതിന്റെ പ്രതിഫലനം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അന്ന് യേശുവിന്റെ ക്രൂശിൽ ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പാർട്ട്ണർഷിപ്പ് എനിക്ക് ഇന്ന് കിട്ടിയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ പഴയ മനുഷ്യന്റെ മരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും സ്തോത്രത്തോടെ അനുഭവിക്കാനുള്ളതാണ്. സ്നാനപ്പെടുന്ന എന്തിനു വേണ്ടിയാന്നാ പറഞ്ഞേ? യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. പങ്കാളി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർ ആകുവാൻ, ഷെയർ ചെയ്യും. ഇനി കർത്താവിനോട് ചോദിക്കുന്ന ഇതാണ്, കർത്താവെ നീ മരിച്ചപ്പം എന്നെയും കൂടെ ചേർത്താ മരിച്ചെന്നാണല്ലോ ബൈബിളിൽ എഴുതിയേക്കുന്നത്. പക്ഷെ അതിന്റെ പങ്ക് എന്തിയെ? എനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്റെ പഴയ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുമല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ക്രൂശ് എടുത്തോണ്ട് വാ, പങ്കാളിത്തം ഞാൻ തരാം. അങ്ങനെ ഓരോ ദിവസവും ക്രൂശ് എടുത്തോണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തോ? ഈ പഴയ മനുഷ്യന്റെ മരണം ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മരിച്ചവന് മാത്രമേ പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. റോമാലേഖനം 6:7 പറയുന്നു, ഇങ്ങനെ മരിച്ചവൻ പാപത്തെ തോൽപ്പിക്കുന്നു. ഇങ്ങനെ അല്ലാതെ മരിക്കാം. അതെങ്ങനെയാന്ന് നമ്മൾ നാളെ വിശദമായിട്ട് കാണാം. കാരണം ഇന്ന് നമ്മൾ ഈ അടിസ്ഥാന വേദഭാഗങ്ങൾ പഠിച്ച ശേഷം നാളെയാണ് നമ്മൾ മാനസാന്തരം എന്ന വിഷയത്തിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ജെനുവിൻ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവിനോടൊപ്പം പുനരുത്ഥാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ സ്വർഗത്തിൽ എനിക്ക് സീറ്റ് ഉണ്ട്. എന്റെ പെർമനന്റ് പ്ലേസ് അതാണ്. അവിടെ നിന്നാണ് എനിക്ക് വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടാകുന്നത്. അതാണ് എന്റെ പെർമനന്റ് പ്ലേസ് എങ്കിൽ ഞാൻ ഇവിടെ ഓടി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ സമ്പാദിച്ചിട്ടും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് എന്തുറപ്പുണ്ടായിരിക്കണം? ഇനി ഞാൻ അമേരിക്കയിലാണ് ജീവിതകാലം മുഴുവൻ താമസിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വീട് പണിയേണ്ട കാര്യമുണ്ടോ? ഉറപ്പില്ലെങ്കിലോ പണിയേണ്ടി വരുമല്ലേ? ഇപ്പൊ മനസ്സിലായി എന്താ നമ്മൾ ഇവിടെ വീട് പണിയുന്നെന്ന്? ഇപ്പൊ മനസ്സിലായി എന്തിനാ ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ ഓടി നടക്കുന്നത്? അപ്പുറത്തെ ഉറപ്പില്ല. ദാറ്റ്സ് ദ റീസൺ. അപ്പുറത്തെ ഉറപ്പ് കിട്ടി ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകും. ആദ്യത്തെ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നു. അവർക്ക് അപ്പുറത്ത് ഭയങ്കര ഉറപ്പായിരുന്നു. എങ്ങോട്ടും പോകണ്ട, നമ്മുടെ പൂർവികർ 50 വർഷം മുമ്പ് അവരിപ്പൊ യേശു വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. നല്ല ഉറപ്പായിരുന്നു. പള്ളി പോലും പണിയണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം കർത്താവ് വരും. ഇന്ന് നമുക്ക് പള്ളി പണിതിട്ട് മതിയാകുന്നില്ല. ഇതിനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആണോ? എന്താ കാര്യം? കർത്താവ് വരും എന്നുള്ള വിശ്വാസം പോയി. ഇത് പോയ കാര്യം നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഇന്നും വിശ്വാസികൾ എന്ന് വിളിക്കുന്ന ആരെന്നറിയോ? ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ ശരിയാന്ന് പറയുന്നവരെല്ലാം വിശ്വാസികൾ. 7 അടിസ്ഥാന ഉപദേശങ്ങൾ ശരിയാ, പക്ഷെ അത് വിശ്വസിച്ചാൽ ആകെയുള്ള പ്രയോജനം ഈ ചർച്ചിനകത്ത് വന്നിരിക്കാന്നുള്ളത് മാത്രമാണ്. വയറുവേദന മാറുന്നുള്ള വിശ്വാസം നല്ല വിശ്വാസമാണ്, പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം വയറുവേദന മാറുന്നുള്ളൂ. എന്റെ കടഭാരങ്ങൾ മാറും, നല്ല വിശ്വാസമാണ്, പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? കടഭാരങ്ങൾ മാറും, അത്രേ ഉള്ളൂ. രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതാ വിശ്വസിക്കുക. എന്താ വിശ്വസിക്കണ്ടേ? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ഇമാജിനേഷൻ. ഞാനും പൗലോസും കൂടെ കർത്താവിന്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി പോയി നിൽക്കുക. ഉടനെ കർത്താവ് പൗലോസിനോട് ചോദിക്കുക, മോനെ പൗലോസെ, നീ വിശ്വാസിയാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവേ. എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. പൗലോസിനോട് പറഞ്ഞു, നീ വിശ്വസിച്ച് നിനക്ക് ഭവിക്കട്ടെ, ഇതാ നീതിയുടെ കിരീടം കൊണ്ടുപോയിക്കോ. അടുത്ത ഞാൻ എന്നോട് ചോദിച്ചു, ചേച്ചി നീ എന്താ വിശ്വസിച്ചത്? കർത്താവെ, നീ എന്നെ എല്ലാ ദിവസവും നടത്തുമെന്ന് വിശ്വസിച്ചു. ഞാൻ നടത്തിയോ? നടത്തി. എനിക്കൊരു വീട് കിട്ടുമെന്ന് വിശ്വസിച്ചു. കിട്ടിയോ? കിട്ടി. കാറ് കിട്ടുമെന്ന് വിശ്വസിച്ചു. കിട്ടിയോ? കിട്ടി. ജോലി കിട്ടുമെന്ന് വിശ്വസിച്ചു. കിട്ടിയോ? കിട്ടി. എല്ലാം കിട്ടിയല്ലോ. ഓക്കെ, ശരി, ഓക്കെ. എന്താ വ്യത്യാസം? ഞാനും വിശ്വാസിയായിരുന്നു, പൗലോസും വിശ്വാസിയായിരുന്നു. പക്ഷെ പൗലോസ് വിശ്വസിച്ചത് നിത്യരാജ്യത്തിൽ അളവറ്റ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയാ. ഞാൻ വിശ്വസിച്ചതോ അതേ വിശ്വാസത്തെ ഞാൻ ഈ ലോകത്ത് പൊട്ടടിച്ചു തീർന്നു. അങ്ങോട്ട് ചെല്ലുമ്പോ ഒന്നുമില്ല.
പക്ഷെ ഭയങ്കര വിശ്വാസിയായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. പ്രാർത്ഥനക്കാരൻ. എന്താ പ്രാർത്ഥിക്കുന്നേ? എല്ലാം ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ എനിക്ക് എന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഓട്ടം, ബഹളം. വിളിക്കുന്ന വിശ്വാസി എന്ന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 2-3 ജനറേഷൻ കഴിഞ്ഞപ്പം സഭയിൽ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ, ശക്തി ഇല്ലാതായിപ്പോയി. ഇന്ന് ആൾക്കാർ മുഴുവൻ അന്യഭാഷ പറയുമ്പോൾ കളിയാക്കാൻ എന്താ കാരണം? അന്യഭാഷ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ അത്ഭുതങ്ങളൊന്നും ഇല്ല. ഈ അന്യഭാഷ പറഞ്ഞിട്ട് അത്ഭുതങ്ങളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കൂ? വിറച്ചോണ്ട് ആൾക്കാർ വരും. സൗണ്ട് മാത്രമേ ഉള്ളൂ, ശക്തിയില്ല. അതൊരവസ്ഥ. വചനം പോലും വ്യാഖ്യാനിക്കപ്പെടാത്ത അവസ്ഥ. ഇന്നത്തെ അവസ്ഥ ഞാൻ വിചാരിക്കുന്നു, ഒരു ജനറേഷനോടെ കഴിഞ്ഞാൽ നമുക്ക് ബൈബിൾ പോലും എന്താണെന്ന് ആരെങ്കിലും പടം കാണിച്ച് തരേണ്ടി വരും. ഇപ്പോൾ വിശ്വാസത്തിന് വന്നിരിക്കുന്ന വലിയൊരു തകർച്ച എന്ന് പറയുന്നത് വളരെ സൂത്രത്തിൽ സാത്താൻ എഞ്ചിനീയർ ചെയ്ത്. നമ്മൾ എങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല, ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അകത്തേക്ക് നോക്കിയാൽ മതി. ഫെയ്ത്തിന് എവിടെ ഇടർച്ച വന്നിരിക്കുന്ന നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യാശയിൽ വന്നിരിക്കുന്ന കുറവ്, വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഉറപ്പില്ലായ്മ, ധൈര്യമില്ലായ്മ. യേശു എന്റേതാണെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ അവൻ എന്തു തന്നെ എനിക്ക് നിഷേധിക്കില്ലെന്നും ഇതെല്ലാം എനിക്ക് സമ്പത്തായി അവനോടുകൂടെയുള്ളതെല്ലാം എനിക്ക് തന്നിട്ടുണ്ടെന്നും ബോധ്യമില്ല. പക്ഷെ ഈ ലോകത്തിലെല്ലാം തന്നിട്ടുണ്ടെന്ന് ഭയങ്കര ബോധ്യം. ഈ വഴിതെറ്റിക്കൽ സാത്താൻ നടത്തി നമ്മൾ അറിഞ്ഞിട്ടില്ല. വിശ്വാസം എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ രാവിലെ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഈ 2, 3, 4 ദിവസം കൊണ്ടൊന്നും തീരില്ല. അതിങ്ങനെ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കിടക്കും. പക്ഷെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ അഗെയിൻ വി വിൽ കം ബാക്ക് ടു ദ ഫെയ്ത്ത്. പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അടുത്ത കാര്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. യോഹന്നാന്റെ 16-ന്റെ 8. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, അത് നമ്മൾ കണ്ടു, അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ചാണ്. പല ആളുകളും വിശ്വസിച്ചിരിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്ന ഒരു ബലഹീനതയാണ്. എനിക്ക് ഇത്ര വിശ്വാസമൊന്നും ഇല്ല ബ്രദറെ, അത് ഭയങ്കര ഗമയായിട്ട് അവർ പറയും. പക്ഷെ യേശു തന്റെ ശിഷ്യന്മാരെ ശാസിച്ച ഒരേ ഒരു പാപം ഈ അവിശ്വാസം ആണോ? അല്പവിശ്വാസികളെ. അതെ, യേശുവിന് അവിശ്വാസം സഹിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് എന്റെ മകൻ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? തരാം. തരുമോ? തരാം. തരണേ? തരാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണേ. ഇത് അവൻ എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും ചോദിക്കുന്നേ? പെട്ടെന്ന് പറ, വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? അതെ, നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുന്നത് എങ്ങനെ? വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ഈ മകൻ അപ്പനിൽ വിശ്വാസം ഇല്ലാത്തതിനേക്കാളും വലിയ പാപം എന്താ ഉള്ളത്? ഏറ്റവും വലിയ പാപമായി വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അവിശ്വാസമാണ്. ഈ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്ര നാൾ ഞാൻ സഹിക്കുമെന്നാണ് കർത്താവ് ചോദിച്ചത്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കാണുമോ? അതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. അതില്ല, വഴിതെറ്റിപ്പോയി. ഇനി അടുത്തത്, അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന പാപം. ഇനി അടുത്തത് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നു. നീതിയെക്കുറിച്ച് ആ വാക്യം എന്താണ് നീതി? ഫോർ എക്സാമ്പിൾ, എന്റെ അപ്പന് ഒരു എത്ര വേണം, മേ ബി 2 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ആമ്പിള്ളേരാണ്. എന്തോ നീതി? ഓരോ ഏക്കർ വെച്ച് കൊടുക്കുന്ന നീതി അല്ലെ? ഈ നീതി ദൈവത്തിന്റെ ആത്മാവാണോ കാണിച്ചു കൊടുക്കുന്നത്? ആണോ അല്ലയോ? അല്ല. ഒരുത്തൻ ചെന്ന് യേശുവിനോട് പറഞ്ഞ എന്റെ സഹോദരനോട് പറയണം നേരെ ഒന്ന് വീതം വെച്ച് തരാൻ പറയണം എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? എനിക്ക് അതല്ല പണിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 ഏക്കറിന് തുല്യമായി വീതിക്കുന്ന നീതി അല്ല യേശുവിന്റെ നീതി. ആണോ അല്ലയോ? അപ്പൊ പിന്നെ എന്ത് നീതിയെക്കുറിച്ചാ ദൈവത്തിന്റെ ആത്മാവിന് മാത്രം ബോധ്യം വരുത്താൻ പറ്റുന്നത്? അടുത്ത വാക്യം വായിച്ചു. 9-ാം വാക്യത്തിൽ അതുണ്ട്. നമ്മൾ ബൈബിൾ മുഴുവൻ വായിച്ചാൽ മതി, ഒരു വാക്യത്തിൽ നിർത്താതെ താഴോട്ട് വായിച്ചാൽ മതി. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും, അടുത്ത ഭാഗം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. എന്താ രസമായിട്ടാ കർത്താവ് പറഞ്ഞേക്കുന്നത്. കഞ്ഞിക്കുഴിയിൽ യേശു ഉണ്ടെന്ന് വിചാരിച്ചോ? ഇപ്പൊ യേശു ഉണ്ടെന്ന് വിചാരിച്ചോ? യേശു ഇവിടെ ഉണ്ട്, എനിക്കറിയാം. നമ്മുടെ ഇടയിൽ യേശു ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓടിച്ചാലും കുഴപ്പമില്ല. കാരണം കർത്താവ്, എന്നെ കേട്ടോണ്ടിരിക്കുന്ന കർത്താവിന് ഇഷ്ടപ്പെട്ടാൽ മതി. ആ കർത്താവ് ഇവിടെ തന്നെ ഉണ്ട്. ഈ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിലല്ല, 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കഞ്ഞിക്കുഴിയിലായിരുന്നു യേശു എന്ന് വിചാരിച്ചോ? നീതി എന്താണെന്നറിയാൻ എന്തായിരുന്നു വഴി? യേശുവിന്റെ പിന്നാലെ പോയാൽ മതിയായിരുന്നു. യേശു എന്താ സംസാരിക്കുന്നത്? അതാ നീതി. യേശു എന്താ പഠിപ്പിക്കുന്നത്? അതാ നീതി. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ 2017 യേശു കഞ്ഞിക്കുഴിയിലില്ല, കാണാനില്ല. ആത്മരൂപത്തിൽ നമ്മുടെ ഇടയിലുണ്ട്, പക്ഷെ ശാരീരികമായി കാണാനില്ല. അപ്പൊ നീതി എങ്ങനെ മനസ്സിലാവും?
ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരണം. യേശു ഉണ്ടായിരുന്നെങ്കിൽ മോനെ ഇങ്ങനെ ആയിരുന്നേനെ, ഈ വാക്കുകൾ ആയിരുന്നേനെ പറയുന്നത്. യേശു ആയിരുന്നു ഈ പുൾപിറ്റിന്റെ പുറകിൽ നിന്നതെങ്കിൽ അവൻ ഏതെങ്കിലും കമന്ററി വായിച്ച് 5 പോയിന്റ് പറയുകയല്ലായിരിക്കും. ദൈവാത്മാവിന്റെ ബർഡൻ ആയിരിക്കും അവൻ പറയുന്നത്. അതെന്താണ് ആ ബർഡൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് കഞ്ഞിക്കുഴിയിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആരെല്ലാം കാണുമായിരുന്നു, ആരോടെല്ലാം സംസാരിക്കുമായിരുന്നു, ഏത് കുഴികളിൽ ഇറങ്ങി നടക്കുമായിരുന്നു, ഏത് രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു, എന്ത് സംസാരിക്കുമായിരുന്നു. ഇത് നമുക്കറിയാൻ ഒരു മാർഗവും ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയാലേ. അതാണ് നീതി. വാട്ട് വുഡ് ജീസസ് ഡു? അതാ നീതി. ഈ നീതി ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒരു നീതിയില്ല. ഈ നീതി ആർക്കെ വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. ഇനി ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. യേശുവിന്റെ നീതി നമുക്ക് മനസ്സിലാകുന്ന പുതിയ നിയമത്തിലൂടെയാണ്, അല്ലെ? ഈ ഗിരിപ്രഭാഷണം വായിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളോട് പറയാം. ഒരു 15 വർഷം മുമ്പ്, അതെ 15 വർഷം മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചു, ചേസ് കൽപ്പന അനുസരിച്ചതാണോ? ഞാൻ പറഞ്ഞു ആണ്. പുള്ളി ചോദിച്ചു, സ്നാനപ്പെട്ടതല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതെ. എന്നാ ഞാൻ ചോദിച്ചതല്ല, യേശുവിന്റെ ഏതെങ്കിലും കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ ആണ് ചോദ്യം. ഈ ആദ്യം ഞാനൊന്ന് ഞെട്ടി. ഇതെന്താ ഇങ്ങനെ ചോദിച്ചത്? അനുസരിക്കുന്നില്ലേ? പിന്നെ നമ്മൾ അനുസരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. പിന്നെയാണ് ഞാൻ എന്റെ മനസ്സിൽ കൂടെ ഈ ഗിരിപ്രഭാഷണം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, 13-ാം അധ്യായം ഇതെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒന്നും നമ്മൾ അനുസരിക്കുന്നു. എക്സാമ്പിൾ പറയട്ടെ. നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. വലത് കണ്ണ് ഇടർച്ച വരുത്തിയിട്ടില്ല, ഇതുവരെ വരുത്തിയിട്ടില്ല. അയൽവക്കത്തെ സാരി കണ്ടിട്ടെങ്കിലും മോഹിച്ചിട്ടില്ല. ഒരു ഇടർച്ചയും വരുത്തിയിട്ടില്ല. പക്ഷെ എല്ലാവരുടെ കണ്ണിവിടെ ഉണ്ട്, ആരും ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, 2 ഉടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവനെ കൊടുക്കട്ടെ. എനിക്ക് തന്നെയുണ്ട്, ഈ പറയുന്നവന് തന്നെയുണ്ട് 2-ൽ കൂടുതൽ. ഓക്കെ, അതും നടന്നിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കും. അതാരും കരണത്തടിച്ചതായിട്ട് ഓർമ്മയില്ല, അടിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു അത്താഴമോ മുത്താഴമോ നടന്ന് ആരെ വിളിക്കണം? നിങ്ങളുടെയൊക്കെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ആരെ വിളിച്ചേ? വഴിയിരിക്കുന്ന ഭിക്ഷക്കാരെയും തിരിച്ച് നിങ്ങളോട് നന്ദി പോലും പറയാൻ പറ്റാത്ത ആൾക്കാരെയും വിളിച്ച് സൽക്കരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. പറയാൻ എളുപ്പമല്ലേ ഇതല്ല? ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം കർത്താവ് ഒരൊറ്റ അടിയും അടിച്ചു. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണനാകണം. ഞാൻ മുട്ടുകുത്തി. നിങ്ങൾ ആരെങ്കിലും ഇത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വലിയ ക്രിസ്തീയ വൈരുദ്ധ്യം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് നമ്മളാരും അനുസരിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷയം. പക്ഷെ അനുസരിക്കേണ്ടതാണെന്ന് തോന്നുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം. ഇത് അനുസരിക്കണമെന്ന് ഇന്നേവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു വിഷയം. ആരും അങ്ങനെ അനുസരിച്ച് കാണുന്നില്ലാത്തത് കൊണ്ട് അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നതോടെ ഞാനും പൊക്കോളുമായിരിക്കുമെന്ന് വേറൊരു വിഷയം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ നീതി ഇല്ലാത്ത ഒരാളും സ്വർഗത്തിൽ ഉണ്ടാവില്ല. കാരണം നമ്മളെ കയറ്റാൻ വേണ്ടി സ്വർഗത്തിന്റെ നിലവാരം താഴ്ത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ നിലവാരം ഉയർത്തിക്കൊണ്ടു പോകാനേ സാധിക്കുള്ളൂ. അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാൻ ഒത്തിരി വഴിയിന് പോകാനുണ്ടല്ലേ? ഇത്രയും വലിയ കൽപ്പനകളുടെ ബേർഡൻ എന്റെ മുമ്പിൽ നിൽക്കാം. എന്നാൽ അവസാനം കർത്താവ് വലിയ വാണിംഗും പറഞ്ഞു, ഈ കൽപ്പനകളെ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. അപ്പൊ എന്ത് ചെയ്യും ഈ ഗ്രൂപ്പ് ഭാഷണം കൊണ്ട്? ഞങ്ങൾ പ്രസംഗകർ കണ്ടുപിടിച്ച ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. മിണ്ടായിരിക്കുക. ഇപ്പൊ ഞാൻ 2 ഉടുപ്പുള്ളവനും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ 2 ഉടുപ്പില്ലേ?
അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. ദാനിയേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും പ്രസംഗിച്ച ഈ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൂത്രത്തിൽ ഈ ഗിരിപ്രഭാഷണം. അപ്പം ആദ്യമേ വിശ്വാസം കളഞ്ഞു, ഇപ്പൊ ഈ ദൈവത്തിന്റെ നീതിയും കളഞ്ഞു. മനുഷ്യരുടെ നീതിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അപ്പൊ ശരിക്കും നമുക്കൊരു ഭയങ്കര ബ്രോക്കൺനെസ് ആവശ്യമാണ്. നമ്മൾ നാളെ ആ മാനസാന്തരം, എങ്ങനെ മാനസാന്തരപ്പെടാം എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ നാളെ വരുന്നത്. എവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ നിയമത്തെ, സുവിശേഷത്തെ കോംപ്രമൈസ് ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയ നിയമം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ രണ്ട് തരത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കൃപയുടെ ആൾക്കാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ആട്ടെ പോട്ടെ വിട്ടേക്കാം, ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, അതാണ് ഒരു ലൈൻ. കർത്താവ് അങ്ങനെ പലതും പറയും. കർത്താവ് പറഞ്ഞല്ല യൂതന്മാരോട് പറഞ്ഞ നമുക്കൊന്നും അനുസരിക്കാൻ പറ്റുന്ന കാര്യമല്ല, നമുക്ക് പൗലോസിന്റെ 2 അധ്യായങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒഴിവാക്കാം. അതൊരു വശം. മറ്റേ വശം പറയുന്നത് ഇതെല്ലാം അനുസരിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പും കൂടെ പോയി. എങ്ങനെയുണ്ട്? ഒരു സൈഡ് കൃപ, ചീപ്പ് കൃപ, അതങ്ങ് ഇറങ്ങി അങ്ങ് വ്യാപരിച്ചപ്പോഴേക്കും മറു സൈഡിൽ പരീശന്മാരായ ആളുകൾ എഴുന്നേറ്റു. അവര് നേരെ തിരിച്ചു വെട്ടി, അനുസരിക്കാത്തവരെല്ലാം സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ ഇത് അനുസരിച്ച് എത്ര പേര് സ്വർഗത്തിൽ പോകും? നിങ്ങളൊന്ന് ആലോചിക്കും. ഇവിടെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നതിന്റെ ആ മിറക്കിൾ നമ്മൾ കാണേണ്ടത്. എങ്ങനെയാണ്? ഈ നീതി ഇല്ലാത്തവരാരും സ്വർഗത്തിൽ പോകില്ല. പക്ഷെ ഈ നീതി നമുക്ക് ലഭിക്കാൻ, നമ്മളെ അങ്ങനെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കി പിതാവിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ യേശു വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ പ്ലാനിനെയാണ് നമ്മൾ രക്ഷ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിക്കോളും. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ 1-2 പിക്ചേഴ്സ് വരയ്ക്കാൻ പോവാണ്. ഇതെല്ലാം നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ നോക്കിക്കോണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതാ ഈ ബൈബിളിന്റെ പുറകില് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ പോവാം. ഓക്കെ, ഏറ്റവും താഴെ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഒരു വര ഏറ്റവും താഴെ കണ്ടോ? ശരിക്കും നോക്കിയേ, കണ്ടോ? ഈ വരയാണ് ഞാൻ സമൂഹത്തിന്റെ നീതിയുടെ വര എന്ന് പറയുന്നത്. ഇതെന്താന്ന് ഞാൻ പറയാം. ഈ സമൂഹത്തിൽ മാന്യനായി ജീവിക്കണമെങ്കിൽ എന്തെല്ലാം വേണം? നിയമങ്ങൾ അനുസരിക്കണം, കള്ളപ്പണം വെച്ചോണ്ടിരിക്കാൻ പാടില്ല, പിന്നെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം, ടാക്സ് അടയ്ക്കണം, അല്ലെ? പോലീസ് പിടിക്കാതിരിക്കണമെങ്കിൽ മാന്യമായ ആളുകളോട് പെരുമാറണം, വഴക്കുണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇന്ത്യക്കെതിരെ നീങ്ങരുത്, രാജ്യസ്നേഹിയായിരിക്കണം. പിന്നെ ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷെ ഈ വരയിലുള്ളവർക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാം. വല്ലപ്പോഴും ഓരോ പെഗടിക്കാം, ഓരോ പുക കൊടുക്കാം, പിള്ളേരെയും ഭാര്യയും വിളിച്ചുകൊണ്ട് പോയി സിനിമ കാണിക്കാം. ഏറ്റവും താഴത്തെ വര മാന്യന്മാരുടെ വര. അതിന് താഴെയുള്ള ഒത്തിരി എണ്ണം ഉണ്ട്. അവരെ വഴിയിലെല്ലാം ഓടിച്ചിട്ട് പോലീസ് പിടിക്കുന്നുണ്ട്. ഈ വരയിലുള്ളവരാണ് സമൂഹത്തിലെ മാന്യൻ എന്ന് പറയുന്ന ആള്. ഇതിന് കുറച്ച് മുകളില് സഭയുടെ ഒരു വരയുണ്ട്. കുറച്ച് മുകളില് സഭയുടെ വരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമൂഹത്തിന്റെ വരയിലുള്ളതൊക്കെ നമ്മൾ അനുസരിക്കണം. പ്ലസ് കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ പാടില്ല, പിന്നെ എന്തൊക്കെ വേണം? കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കണം, കഴിയുമെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യണം, പിന്നെ കഴിയുമെങ്കിൽ ആഭരണം ഇടരുത്. ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ സ്തോത്രാഴ്ച കൊടുക്കുമ്പോൾ നല്ലപോലെ അമർത്തി കുലുക്കി കൊടുക്കണം. ചർച്ചിൽ പാട്ട് പാടുമ്പോൾ ഉറക്കെ പാട്ട് പാടണം. 10 മണിക്ക് സർവീസ് ആണ്, 9:45 പാടണം. സഭാ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവ് ആയിരിക്കണം. ഏത് ലൈനാ? സഭയുടെ വര. അപ്പൊ ഈ താഴത്തെ വരയിൽ നിൽക്കുന്നവനെ ഈ മുകളിലത്തെ വരയിലോട്ട് കയറ്റിയ പിന്നെ എന്താ ചെയ്യേണ്ടത് നമുക്കും അറിയത്തില്ല. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനു മുകളിൽ വേറൊരു വരയുണ്ട്. അത് എന്റെ വരയാണ്. കാരണം എന്റെ സഭയിലെ ഏറ്റവും മര്യാദക്കാരനും മാന്യനും വിശുദ്ധനുമായ മനുഷ്യൻ ഞാനാ. എല്ലാരും എന്നെ പോലെ മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ സഭ എന്നെ നന്നായനെ. 2-3 അച്ചായന്മാർ നന്നാവാത്തോണ്ടല്ലേ ഈ സഭകളെല്ലാം ഇങ്ങനെ കിടക്കുന്നത്, അല്ലെ? എന്റെ വര, നീതിയുടെ വര. ഇതിനേക്കാൾ മുകളിൽ ഒരാൾക്കേ വരയുള്ളത്, പാസ്റ്ററിന്. ഇപ്പൊ പാസ്റ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് എന്ന് വരും കഴിയുമ്പോൾ നിങ്ങളുടെ ടിവിയിൽ സിനിമ കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പാസ്റ്റർ ചോദിക്കും, എന്താ ഇതൊക്കെയാണോ കാണുന്നേ? എന്താ നിങ്ങൾ പറയും, പാസ്റ്ററെ പിള്ളേർ ഇങ്ങനെ TV ചാനൽ മാറ്റിയപ്പം വന്നതാ. ഓക്കെ പാസ്റ്റർ അങ്ങ് വിടും. ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞുകൊണ്ട് പറയാൻ നടന്നിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ പാസ്റ്ററുടെ വീട്ടിൽ വരുമ്പം പാസ്റ്റർ ഇത് കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു, പുള്ളിയുടെ മിനിസ്ട്രി അതോടെ തീർന്നു.
എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം ചെയ്യും, പക്ഷെ പാസ്റ്റർ അത് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ എന്റെ വരയുടെ മുകളിലായിരിക്കണം ആരുടെ വര? പാസ്റ്റർ വര. കാരണം എന്റെ പിള്ളേരെ അമേരിക്കയിൽ വിടാനും അവരും എക്സാമിനേഷന് പാസ്സാവാനും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആൾ. അതിനുവേണ്ടിയല്ലേ പാസ്റ്റർക്ക് പൈസ കൊടുക്കുന്നത് അല്ലേ? ആ പുള്ളി സിനിമ കണ്ടിട്ട് നമ്മുടെ കാര്യമല്ലോ നടക്കുവോ? ഇപ്പൊ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന ഇവിടെ ഒരു പാസ്റ്റർ ഉള്ളതും പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനാണ്. അല്ല, നമ്മളെ യേശുവിന്റെ സ്വരൂപത്തിലോട് അനുരൂപപ്പെടുത്താനുള്ള ശുശ്രൂഷ ചെയ്യാവുന്നവരാ ഇവരെല്ലാരും. അത്രയും ചിന്തിക്കണം. പാസ്റ്റർമാരോ ചിന്തിക്കണം. എന്റെ പണി അവരുടെ വീട്ടിൽ കല്യാണം നടക്കുകയും അതൊക്കെ വേണം, വേണ്ടെന്നല്ല. പക്ഷെ മെയിൻ പണി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തികവിലേക്ക് ഓരോ വിശ്വാസിയെ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പാസ്റ്റർ വരയോടൊപ്പം വേറെ ആരെങ്കിലും കയറി എന്ന് വിചാരിച്ചോ, ഉടൻ 10 മീറ്റർ അപ്പുറത്ത് അടുത്ത സഭ ഉള്ളിൽ തുടങ്ങിയിരിക്കും. കാരണം 2 സിംഹങ്ങൾ ഒരു കാട്ടിൽ നടക്കില്ല. ഇത്രയുമൊക്കെ നമ്മുടെ വരകളാണ്. ഇതിനകത്ത് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വരകൾ വരയ്ക്കാം. ചില സഭകൾ ഉയർത്തി വരച്ചിട്ടുണ്ട്, ചില താഴ്ത്തി വരച്ചിട്ടുണ്ട്. എല്ലാം ശരിയാണ്, ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. ഇതിനകത്തെല്ലാം ഒരു സ്വയനീതി ഉണ്ട്. മറ്റുള്ളവർ മോശമാണെന്നൊരു കാഴ്ചപ്പാട് ഈ ഓരോ വരയിലും ഉണ്ട്. ഈ വരയിലെല്ലാം ഒരു പരീക്ഷനുണ്ട്. കാരണം അവൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വരയിൽ നിന്ന് മുകളിലത്തെ വരയിലോട്ട് കയറിയത്. ഓക്കെ, ഈ മനുഷ്യന്റെ പ്രയത്നങ്ങളുടെ എല്ലാം മുകളിൽ ഇവിടെയായിട്ട് ഞാനൊരു വര വരച്ചു. ഇതുണ്ടോ, ഏറ്റവും മുകളിലെ താഴെ. ഇതിനെയാണ് ഞാൻ ന്യായപ്രമാണത്തിന്റെ വര എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ ന്യായപ്രമാണത്തെ കുറിച്ച് കണ്ടു. ഈ ന്യായപ്രമാണത്തിന്റെ വര എന്ന് പറയുന്നത് മനുഷ്യന്റെ ലിമിറ്റിന്റെ അങ്ങേറ്റമാണ്. അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയാ പഴയ നിയമം ദൈവം തന്നത് തന്നെ. മാക്സിമം പോസിബിൾ നീതി. ഫോർ എക്സാമ്പിൾ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്തോ? ഏറ്റവും വലിയ കൽപ്പന എന്തോ? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ എന്തോ? അത് പഴയ നിയമം. പഴയ നിയമം മുഴുവൻ ഈ 2 കൽപ്പനകളിൽ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ, പഴയ നിയമം മുഴുവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിന്റെ മുഴുവൻ ശക്തിയും ദൈവത്തിന് സമർപ്പിക്കുക. നിന്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുക. പഴയ നിയമം ഞാൻ പറയുന്നത്, പഴയ നിയമത്തിന്റെ നീതി. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ മാക്സിമം അല്ലാതെ അതിന് മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പൗലോസ് പറഞ്ഞു ഞാൻ ഇത് അനുസരിച്ചിട്ടുണ്ടെന്ന്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അടുത്ത വാക്യം, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ബ്ലെയിംലെസ്, അനിന്ദ്യൻ എന്ന് പറഞ്ഞാൽ പൗലോസ് ഏത് വരയിലാ ഇപ്പോ ഉള്ളത്? ന്യായപ്രമാണത്തിന്റെ വരയിലുള്ളത്. എല്ലാം അനുസരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് പറ്റുന്നതിന്റെ അപ്പുറം ഓടി, ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ വേറൊരു കാര്യം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. 9-ാം വാക്യം വായിച്ചേ, ഫിലിപ്പി ലേഖനം 3:9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണം അനുസരിച്ചിട്ടുള്ള എന്റെ സ്വന്തം നീതി അല്ല. കാരണം ന്യായപ്രമാണം ദൈവത്തിന്റെ ആണെങ്കിലും അനുസരിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കാ? അനുസരിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കാ? പൗലോസിന്. അപ്പൊ പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച എന്റെ സ്വന്തം നീതി അല്ല. അടുത്ത വാക്യം, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പോൾ മനുഷ്യന് സാധിക്കുന്ന നീതിയുടെ മുകളിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ഒരു ഹയർ നീതി പൗലോസ് കണ്ടുപിടിച്ചു. അവൻ ഏത് വരയിലായിരുന്നു? ന്യായപ്രമാണത്തിന്റെ വരയിലായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ അവിടെ കിടന്ന് തുള്ളിച്ചാടിയനെ. എന്റെ മുകളെ ആര് വരാനാ? പരീശൻ അങ്ങനെയായിരുന്നു. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ പരീശൻ ഏത് ലൈനിലായിരുന്നത്? ന്യായപ്രമാണത്തിന്റെ മുകളിലത്തെ വരയില്. പക്ഷെ അവൻ മുകളിലോട്ട് നോക്കിയില്ല, അവൻ താഴോട്ട് നോക്കിയത്. അവൻ താഴോട്ട് നോക്കിയപ്പോ ചുങ്കക്കാരൻ ഒരു വരയിലും ഇല്ല, അതിന്റെ താഴെയാ.
അവൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഒരു വരയിലും കയറാത്ത ഒരുത്തൻ ഇവിടെ നിൽക്കുന്നു, എന്നെ അവനെ പോലെ ആക്കാത്തതിന് നന്ദി. നമ്മൾ അപ്പുറത്തെ കത്തോലിക്കലെ ഹിന്ദുക്കളെല്ലാം നിൽക്കുന്നത് അവനെ പോലെ ആക്കാത്തതിന് നന്ദി. നമ്മൾ ഏതാണ്ട് വരയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കുഞ്ഞു പരീക്ഷণ ഒളിച്ചിരിപ്പുണ്ട്. കുഞ്ഞു പരീക്ഷനാണോ വലിയ പരീക്ഷനാണോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കി അറിയാം. ഈ വരയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ന്യായപ്രമാണത്തിന്റെ വരയും യേശുവിന്റെ നീതിയുടെ വരയും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്, ഒരു ഭയങ്കര ഗർത്തം, ഒരു മനുഷ്യന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഗർത്തം. പക്ഷെ ഞാൻ അത് ക്രോസ് ചെയ്യും, നിങ്ങളും ചെയ്യും. കാരണം അതിനാണ് ദൈവത്തിന്റെ റെസ്ക്യൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഗർത്തം എന്ന്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും സുവിശേഷം മനസ്സിലാകത്തില്ല. ഒന്നുകിൽ നമ്മൾ പ്രവൃത്തിയെ ആശ്രയിക്കും, അല്ലെങ്കിൽ ഇവന്മാര് പറഞ്ഞ പോലെ ചീപ്പ് കൃപയുടെ പുറകെ പോകേണ്ടി വരും. ഇതല്ലാതെ ഫെയ്ത്തിനാൽ നമുക്ക് എങ്ങനെ ഈ മതിൽ ചാടിക്കടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കത്തില്ല. എന്താണ് ശരിക്കും ഈ ഗ്യാപ്പ്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പുതിയ നിയമത്തിലേക്ക്, അതായത് യേശുവിന്റെ നീതിയിലേക്ക് പ്രവൃത്തി കൊണ്ട് പ്രവേശിക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഞാനിതാ പറയാൻ പോകും, കേട്ടോ. യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് രണ്ടാമതും മൂന്നാമതും പറയേണ്ടി വരും. യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. 2 കള്ളന്മാരും അവനെ ദുഷിച്ചു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ നമ്മളിങ്ങനെ പേജ് മറിച്ച് മറിച്ച് മർക്കോസും കഴിഞ്ഞ് ലൂക്കോസിൽ എത്തിക്കഴിഞ്ഞപ്പം ഇതിനകത്ത് ഒരുത്തൻ നന്നായി, അല്ലേ? അങ്ങനെയല്ലേ അത്? ഞാനാണ് ഈ നല്ല കള്ളൻ എന്ന് വിചാരിച്ചു. അവൻ എത്ര നന്നായാലും കള്ളൻ നമ്മൾ വിളിക്കുള്ളൂ, വേറൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി ഞാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങളാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ആണോ എന്ന് നിങ്ങൾ ആലോചിച്ചോ. ഞാൻ ക്രൂശിൽ കിടക്കുകയാണ്, ഭയങ്കര വേദനയാണ്, ഏത് സമയത്ത് ചത്തുപോവുള്ളൂ, രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ല. ആണി അടിച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ഒടിയുന്ന വേദന, ആകെ സഹിക്കാൻ പറ്റാത്ത മരണവെപ്രാളത്തിൽ കിടക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ അടുത്ത് കിടക്കുന്ന ദൈവമാണ്, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ആളാണ്, രോഗികളെ സൗഖ്യമാവുകയും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത ആളാണ്. ഞാൻ എന്തായിരിക്കും കർത്താവിനോട് പറയുന്നത്? കർത്താവേ, ഞാൻ മഹാപാപിയാണ് കർത്താവേ, പക്ഷെ നീ എന്നെ ഒരു ചാൻസും കൂടെ നീ എനിക്ക് തന്നാൽ, ഈ ക്രൂശിൽ നിന്ന് എന്നെ അവസാനത്തെ അടയാളം എന്ന രീതിയിൽ നീ എന്നെ ഇറക്കി വിട്ടാൽ, ഞാൻ ഈ ഗലീലയിലും യെരുശലേമിലും ഇവിടെ എല്ലാം പോയി നിന്റെ ട്രാക്ട് കൊടുത്തോളാം. ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേനെയോ? പറയില്ലായിരുന്നോ? രക്ഷപ്പെടാൻ പറയത്തില്ലേ? രക്ഷപ്പെടാൻ ആഗ്രഹം തോന്നത്തില്ലേ മരണത്തിൽ നിന്ന്? പക്ഷെ ഈ മനുഷ്യൻ പറയാം, ഞാൻ മരിച്ചോളാം കർത്താവേ, ഞാൻ മരണയോഗ്യനാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർത്താൽ മതി. എന്റെ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശു രാജത്വം പ്രാപിച്ചു വരുമെന്ന്. 3 മണിക്കൂർ അടുത്ത് കിടന്ന കള്ളം പറയുക നീ രാജാവായി വരും. എങ്ങനെ മനസ്സിലായി? 3 വർഷം കൂടെ നിന്നവർ ഇത് കേട്ടു, സുവിശേഷം തലങ്ങും വിലങ്ങും കേട്ടു. അതിന്റെ മർമ്മങ്ങളെല്ലാം അവരോട് മാത്രം കർത്താവ് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്ത ഒത്തിരി മർമ്മങ്ങൾ ഉണ്ടായിരുന്നു. പുരുഷാരം കേൾക്കാത്തത് പലതും ഇവർ കേട്ടു. 3 വർഷമായി ഒന്നും മനസ്സിലായില്ല, വെറും പുക. എന്നാൽ 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളൻ പറയാണ്, എനിക്ക് ഈ ലോകത്തൊന്നും വേണ്ട, നീ രാജാവായി വരുമ്പോ എന്നെ ഓർത്താ മതി. എന്നെങ്കിലും നീ രാജാവായി വരും. മരിക്കാൻ പോകുന്ന ആളോടാ പറയുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? എങ്ങനെ അവനാ വിശ്വാസം ഉണ്ടായത്? ഇവൻ എങ്ങനെ, എന്റെ ചോദ്യം, ഇവൻ എങ്ങനെയാ മരിക്കാൻ തയ്യാറായത്? എന്താ അതിന്റെ റീസൺ? അതിന്റെ റീസൺ ഒന്നേ ഉള്ളൂ, ഇവൻ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി വേദനയാണ് യേശു അനുഭവിക്കുന്നത്. അവന്റെ പുറമെല്ലാം അടിച്ച് ഉഴവുചാല് പോലെ ആക്കിയിട്ട് ഈ മരക്കുരിശ്, നമ്മുടെ റോമൻ കത്തോലിക്കര് ചിന്തയിലിട്ട് കൊണ്ടു നടക്കുന്ന മിനുസമുള്ള ക്രൂശാണെന്ന് വിചാരിക്കണ്ട. അത് വെറും മരം. ഈ മരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊരു ക്രൂശ് പോലെ ആക്കി അതിനകത്തൊക്കെ കെട്ടിത്തൂക്കുന്നു. അപ്പൊ ശ്വാസം വിടാൻ വേണ്ടി ഇങ്ങനെ വലിയേയും നിവരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതങ്ങ് ഭയങ്കരമായ വേദന. പിന്നെ തലയിൽ അടിച്ചേക്കുന്ന മുൾക്കിരീടം, മുറിപ്പാടുകള്, നിന്ദ, പരിഹാസം, ഇതെല്ലാം സഹിച്ച് ഇവന്റെ എത്രയോ ഇരട്ടി പ്രാണവേദന അനുഭവിച്ച ഒരാൾ കിടക്കുന്നു. പക്ഷെ യേശുവിന്റെ മുഖത്തുള്ള ഒരു ശാന്തതയും സ്നേഹവും ക്ഷമയും ഇവൻ നോക്കിയപ്പോ മനസ്സിലായ എന്താണെന്നറിയോ? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിന്റെ എല്ലാം ചുരുക്കം എന്ന് പറഞ്ഞാൽ 2 കൽപ്പന പറഞ്ഞല്ലോ. പുതിയ നിയമത്തിന്റെ ചുരുക്കം 1 കൽപ്പനയാ. അതേതാന്ന് പറയാം? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കും.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ. പഴയ നിയമത്തിൽ എന്റെ ശക്തി മതിയായിരുന്നു, എനിക്ക് പറ്റുന്ന പോലെ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ യേശു പറയാ, നിന്റെ ശക്തി പോരാ മോനെ, ഇനി ഇത് നിയമം വേറെയാ, ഇത് ദൈവമാ രാജാവ്, നീ അല്ല. അതുകൊണ്ട് നിന്റെ ശക്തി അല്ല, നിന്റെ മനസ്സും അല്ല ഇവിടെ പ്രധാനം. ദൈവമാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ, യേശുവാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ സ്നേഹിക്കും? ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോ എന്റെ ഉള്ളിലൂടെ ഒരു ഉൾക്കിടിലം പാസ് ചെയ്തു പോയി. നിങ്ങൾക്കൊന്ന് അറിയാമോ, യേശു എന്നെ സ്നേഹിച്ച പോലെ ഞാൻ ആരെ സ്നേഹിക്കണം? നടക്കുന്ന കാര്യമാണോ? അടുത്ത വാക്യത്തില് കർത്താവിനെ ചോദിക്കും, കർത്താവേ നീ എന്നെ എങ്ങനെയാ സ്നേഹിച്ചത്? അടുത്ത വാക്യം ഉടനെ വന്നു, വായിച്ചേ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കും ഇല്ല. അപ്പൊ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ സ്നേഹിക്കാനാ? അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ. ഒന്ന് അടുത്തിരിക്കുന്നയാളെ ഒന്ന് നോക്കിക്കേ, ജീവൻ കൊടുക്കാനുള്ള സ്നേഹം തോന്നുന്നുണ്ടോ? 500 രൂപ കൊടുക്കാനുള്ള സ്നേഹം പോലും, അന്നേരം ജീവൻ കൊടുക്കാനുള്ള സ്നേഹം. പുതിയ നിയമത്തിന്റെ നീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മരണമാണ്. ഫോർ എക്സാമ്പിൾ, സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ ചാവുന്നവരെയാണ്, സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്നെ തല്ലിക്കൊല്ലുന്നവരെയാണ്, ക്ഷമിക്കുവാണെങ്കിൽ അവൻ എന്നെ കൊല്ലുന്നവരെയാണ്, മരിക്കുന്നവരെയാണ്, അനുസരിക്കുകയാണെങ്കിൽ അതും മരണം വരെയാണ്. നമ്മൾ ആത്മാവിന്റെ ഫലമെല്ലാം കാണാതെ പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം പറയുന്നില്ല, ഇതിന്റെ എല്ലാം യേശു കാണിച്ചു തന്ന ലിമിറ്റ് മരണമാണ്. അപ്പൊ ഈ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായോ? ഈ ന്യായപ്രമാണത്തിന്റെ വരയിൽ നിന്ന് യേശുവിന്റെ നീതിയിലേക്ക് പോകാനുള്ള തടസ്സം എന്താണെന്ന് മനസ്സിലായോ? എന്തോ? മരണഭയം. ഫോർ എക്സാമ്പിൾ, മോശ എന്റെ അടുത്ത് ഒന്ന് പറയാന്ന് വിചാരിച്ചോ, ചെയ്സേ ഒരു കർണത്തടിച്ചാൽ നീ മറ്റേ കർണവും കാണിച്ചു കൊടുക്കും. ഞാൻ മോശയോട് പറയും, മോശ ഞാൻ ഒരു തടിയനാന്നേ ഉള്ളൂ, ഈ തടി മാത്രമേ ഉള്ളൂ. അയാള് ജിമ്മ, ഒറ്റ അടിക്ക് എന്റെ ബ്രെയിനിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്, അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോവും. ഞാൻ ഇങ്ങനെ ഈ കർണം കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്താ പ്രയോജനം? ഉടനെ മോശ പറയും, ന്യായപ്രമാണം, നിന്നെ ഞാൻ ദേശത്ത് മാനിക്കാം, നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ആടുമാടുകളെ അനുഗ്രഹിക്കും. ഞാൻ ചത്തുപോയിട്ട് എന്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? നമ്മളിപ്പോഴും ആടുമാടുകൾ അനുഗ്രഹിക്കേണ്ട നീതിയുമായിട്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു നടപ്പില്ല മോശെ. ഇപ്പൊ മോശ പറഞ്ഞു എനിക്കറിയാം നടപ്പില്ല എന്ന്, അതുകൊണ്ട് കണ്ണൊരുത്തനെടുത്ത് അവന്റെ കണ്ണും എടുത്തോ. അപ്പൊ പിന്നെ ആടുമാടുകൾ അനുഗ്രഹിച്ചാൽ വല്ലപ്പോഴും പാല് കുടിക്കാലോ. പഴയ നിയമത്തിൽ അത്രയും നീതി നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പ്രോമിസ് ഇല്ല. യേശു എന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ചെയ്സേ ഒരു കർണം തടിച്ചാൽ നീ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. ഞാൻ അതേ എക്സ്പ്ലനേഷൻ പറഞ്ഞു, കർത്താവെ അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോവും. എന്ത് ചെയ്യും? നീ തട്ടിപ്പോയാൽ നീ എന്റെ കൂടെ പറുദീസായിട്ടിരിക്കും. ആണോ? എന്നാ അടിച്ചോ. ഇതാ ശിഷ്യന്മാര് മുഴുവൻ പറഞ്ഞത്. വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അടിച്ചോ. അപ്പൊ എവിടെന്നാ ഈ നീതി പെട്ടെന്നുണ്ടായത്? ഇന്നലെ വരെ ഇല്ലാതിരുന്ന നീതി എവിടെന്നാ ഉണ്ടായത്? എന്ത് വിശ്വാസത്താലാ ഉണ്ടായത്? എന്താ മിണ്ടാത്തെ? പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താലാണ് എന്തുണ്ടാകുന്നത്? നീതി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ ജീവനെ അത്ര അങ്ങോട്ട് സ്നേഹിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ എടുത്തു വളർത്തുന്ന ഒരു മോളെ കുറിച്ച്. എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവൾക്കും ചോക്ലേറ്റ് കൊടുക്കും, പക്ഷെ ഇവള് ചോക്ലേറ്റ് കഴിക്കൂല, വെച്ചോണ്ടിരിക്കും. ഞാൻ ഈ കഥ എല്ലായിടത്തും പറയാറുണ്ട്, കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഒരു ദിവസം എല്ലാ പിള്ളേരും കഴിച്ചു കഴിയുമ്പോൾ ഇവള് ചോക്ലേറ്റ് റാപ്പർ എടുത്ത് തുറക്കും, എല്ലാരും കാണുക കഴിക്കും. അപ്പൊ പിള്ളേർക്കെല്ലാം ഭയങ്കര വിഷമോ, ശോ കഷ്ടമായി പോയി, ഞങ്ങളെ തീർന്നു പോയല്ലോ. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ചോക്ലേറ്റ് നീ ആദ്യം തീർക്കാമെങ്കിൽ നിനക്ക് ഞാൻ വലിയൊരു ചോക്ലേറ്റ് മേടിച്ചു തരാം. അന്ന് ഇവള് റാപ്പർ തുറക്കുന്ന പോലും ആരും കണ്ടില്ല, അത്ര ഫാസ്റ്റ് ആയിരുന്നു, കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് കണ്ടോണ്ടിരുന്നപ്പോ എന്നെ ദൈവം ഒരു പാഠം അതിനകത്ത് പഠിപ്പിച്ചു. ഈ ലോകം ഒരു ചോക്ലേറ്റ് പോലെ, ഇത് തീർന്നു പോകുമെന്നുള്ള പേടി കാരണമാണ് നമ്മൾ ഇത് നുണഞ്ഞ് ഇത് നീട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
മരണകരമായ എന്തിനെ നമ്മൾ ചെറുക്കും, അതെന്തു മരണമായാലും. പക്ഷേ നമ്മുടെ പിതാവ് വലിയൊരു ചോക്ലേറ്റുമായിട്ട് നമുക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന കണ്ടാൽ ആരെങ്കിലും വന്ന് എന്നെ തല്ലിയാ പറയും, തല്ലുവാണെ തല്ല്, തീരട്ടെ, ദൈവത്തിന് സ്തോത്രം പറയണമെങ്കിൽ എന്ത് കാണണം? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നീതി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്, ന്യായപ്രമാണത്തിന്റെ നീതിയെക്കാളും കുറഞ്ഞ് കുറഞ്ഞ് ഈ മനുഷ്യന്റെ സ്വയനീതിയായി മാറിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? വിശ്വാസം പോയപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന എല്ലാ തീവണ്ടിയും പാളം തെറ്റി. നീതി എന്ന ബോഗി ഡീറെയിലായി, തേജസ്, പ്രത്യാശ, എല്ലാ ബോഗി ഇപ്പം റോഡിലൂടെ ഓടുന്ന, പാളത്തിൽ കൂടെ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നീതിയുടെ ലെവൽ കുറച്ചു, മരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ വിട്ടു, ന്യായപ്രമാണത്തിന്റെ വിട്ടു, ഇന്ന് താഴെ കൊണ്ടുവന്നു. ഞാൻ ഇതിന്റെ രസകരമായൊരു സ്റ്റോറി പറയാം. ഒരു ദിവസം ഞാൻ ചാലക്കുടിയിൽ ഒരു പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കുക. അപ്പൊ ഞാൻ 2-3 വർഷം മുമ്പാ, ഞാനൊരു 3 ദിവസത്തെ ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു. സുവിശേഷകരും പാസ്റ്റേഴ്സുമാണ് കൂടുതലുള്ളത്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ ബ്രദറിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരത്തില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? പുള്ളി പറഞ്ഞു, നിങ്ങൾ വെള്ള ധരിച്ചിട്ടില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വെള്ള ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഷർട്ടൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, ആരെങ്കിലും തരുന്ന ഇടുന്നത്. യാത്രയെല്ലാം കഴിഞ്ഞ് വരുമ്പം ഇന്ന് ഞാൻ ഓർത്തു, ഫുൾ സ്ലീവ് ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാനാ, കാരണം ഈ യാത്രയുടെ അലച്ചിലിനിടെ വീട്ടിലൊന്നും കയറി സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നിട്ട് വേണമല്ലോ വേറെ ഒരെണ്ണം എടുക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. എനിക്ക് വെള്ള വസ്ത്രത്തോട് ഒരു വിരോധമില്ല, സന്തോഷമുള്ളൂ. ഫുൾ സ്ലീവ് ആയിട്ടോ നല്ലതെന്ന് എനിക്കറിയാം, പക്ഷെ സം ടൈംസ് ഇറ്റ് ഹാപ്പൻസ്. എനിവേ, അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി മേലെ ഞാൻ പറഞ്ഞു, അതെന്താ വെള്ള വസ്ത്രം ധരിക്കണം നിർബന്ധം? ഉടനെ അദ്ദേഹം പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെന്ന് ബൈബിളിലുണ്ട്. എനിക്കിതൊന്നും പ്രശ്നമില്ല കേട്ടോ, ജയിക്കുന്നവൻ വെള്ള ധരിച്ചോട്ടെ, നോ പ്രോബ്ലം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജയിക്കുന്നവൻ കിരീടം വെക്കുന്നുണ്ടല്ലോ, കിരീടം ഇല്ലല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ തർക്കുത്തരം പറയുന്ന കുറെ പേര് ബൈബിൾ കോളേജിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്തത്, എനിക്ക് അതാ ഏറ്റവും കൂടുതൽ വിഷമമായി പോയത്. എനിക്കിതൊക്കെ സഹിക്കും, ഒന്നും കുഴപ്പമില്ല, ഓരോ മനുഷ്യന്റെ ചിന്ത, ഓക്കെ ഓൾ റൈറ്റ്, ഇതൊന്നും സ്വർഗ്ഗരാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല. അടുത്ത പോയിന്റ് ഇതായിരുന്നു, ബ്രദറെ, ഞാൻ ഈ വിശുദ്ധിക്ക് വേണ്ടിയൊക്കെ കുറെ വില കൊടുത്തിട്ടുള്ളതാണ്. പുള്ളി വില കൊടുത്ത് ബോംബെ ഡൈങ്ങിന്റെ വെള്ളയുടുപ്പിന് വേണ്ടിയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നല്ല കാര്യമാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചത്? എന്താണ്? യേശു ജീവിക്കേണ്ട ലെവലിൽ നിന്ന് നമ്മൾ താഴെ വന്ന് ഏറ്റവും അടിയിൽ ഒരു വര വരച്ചു. ആരെ കൊണ്ട് സാധിക്കാവുന്ന വര. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയുടെ കിടക്കുന്നതിനേക്കാളും പാടാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ സൂചിക്കുഴ അങ്ങ് വലുതാക്കി കൊടുത്തു. പാനകളാണ് ഇതിനകത്തോടെ കയറി ഇറങ്ങുന്നത്. അതുപോലെയാണ് ഈ പണി. എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന നീതി. ഞാനിത് പറഞ്ഞു വന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യേശുവിന്റെ നീതി എന്നുള്ളത് ഇന്ന് നമ്മുടെ ഒരു സ്വപ്നം പോലും അല്ലാതെ ആയി മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ നീതിയിലേക്ക് നമ്മൾ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ടോപ്പ് നീതി എന്താണ്? യേശു ജീവിച്ച പോലെ ജീവിക്കുക, യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ഇപ്പൊ ഗിരിപ്രഭാഷണത്തിന്റെ നീതി നമുക്ക് ലഭിക്കണം. അവിടെ എവിടെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ അതിനു മുമ്പ് നമുക്ക് വേറൊരു വാക്യം വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം. റോമാലേഖനം ശ്രദ്ധിച്ചേക്കണേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് നാണമില്ല സുവിശേഷം പറയാൻ. എന്തുകൊണ്ട്? അടുത്ത വാക്യം, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു. അതുകൊണ്ട് എനിക്ക് ലജ്ജയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറയുന്ന ന്യായപ്രമാണം കൊണ്ട് യഹൂദനെ നന്നാവുള്ളൂ, എന്നാൽ ഞാൻ പറയുന്ന സുവിശേഷം കൊണ്ട് യഹൂദനെ രക്ഷിക്കാം, യവനനെ രക്ഷിക്കാം. അതുകൊണ്ട് എനിക്ക് നാണമില്ല ഇത് പറയാൻ. അതിന് അവസാനം പറഞ്ഞിരിക്കുന്നത്, യഹൂദനെയും യവനനെയും രക്ഷിക്കാൻ ഇത് ദൈവശക്തിയാകുന്നു എന്നാണ്. ശ്രദ്ധിച്ചോ വാക്യം, ദൈവശക്തിയാകുന്നു. ദൈവത്തിന്റെ ശക്തി എവിടെ ഉണ്ടെന്നാ? എന്തിനെ കുറിച്ചാ ലജ്ജയില്ലാത്ത? സുവിശേഷത്തെ കുറിച്ച്. അപ്പൊ സുവിശേഷത്തിനകത്ത് ഈ സുവിശേഷത്തിനകത്ത് ഒരു ബോംബ് വെച്ചിട്ടുണ്ട്, ഒരു ഡൈനമിറ്റ് ബോംബ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊല്ലുന്ന ബോംബല്ല, രക്ഷിക്കുന്ന ശക്തി അടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നാണമില്ല. അത് യഹൂദനെ രക്ഷിക്കും, യവനനെ രക്ഷിക്കും. ഇനി അടുത്ത വാക്യം വായിച്ചാൽ എന്താ ഈ ശക്തി?
അതിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി. ഇത്രയും നാളും മനുഷ്യന്റെ നീതിയായിരുന്നു. സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട് വന്നത് ദൈവത്തിന്റെ നീതിയാണ്. അടുത്തത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു. അപ്പൊ എന്താ ഇതിന്റെ ശക്തി? എന്താണ് സുവിശേഷത്തിന്റെ ശക്തി? എന്താ? ഏതു മനുഷ്യനെ രക്ഷിക്കാം. കാരണം ഇത് വിശ്വാസത്താൽ വെളിപ്പെടുന്ന ഒരു പുതിയ നീതിയാണ്. ഞാൻ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, പരീശൻ ഈ വരെ നിൽക്കുന്നു, ന്യായപ്രമാണത്തിന്റെ വരെ നിൽക്കുന്നു, ചുങ്കക്കാരനെ കളിയാക്കുന്നു, അല്ലെ? എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, കുറെ കാര്യങ്ങൾ അവന് വേണ്ടി തന്നെ പറയുന്നു. ചുങ്കക്കാരൻ ഒരു വരയിലുമില്ല, ദൂരെ നിന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. അവൻ എന്ത് കണ്ടോണ്ടാ നിലവിളിക്കുന്നേ? പരീശനെ കണ്ടോണ്ടാണോ? ഈ പരീശന്റെ മുമ്പിൽ ഞാൻ നിന്നു പോയല്ലോ എന്ന് വിചാരിച്ചാണോ? ഇത്രയും വിശുദ്ധനായ പരീശന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നോർത്താണോ കരഞ്ഞത്? പറ, ആലോചിക്കേ. അല്ല, സ്വർഗത്തിലേക്ക് നോക്കാൻ ട്രൈ ചെയ്തുകൊണ്ടാണ് അവൻ കരഞ്ഞു പോയത്. സ്വർഗത്തിലേക്ക് നോക്കാൻ, ഏറ്റവും മുകളിലുള്ള ദൈവത്തിന്റെ നീതിയിലേക്ക് നോക്കാൻ അവൻ കണ്ണു തുറന്നു. നോക്കാൻ പറ്റുന്നില്ല, നിലവിളിച്ചു, കരഞ്ഞു, ചങ്കത്തടിച്ചു. അവൻ ഒരു കാര്യവും പറയുന്നില്ല. അവൻ പറഞ്ഞു, പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ. അടുത്ത വാക്യമാണ് അതിനകത്ത് രസം. കർത്താവ് പറഞ്ഞു, അവൻ അവൻ നീതിയെക്കുറിച്ച് അവിടെ എവിടെയാ പറഞ്ഞേക്കുന്നേ? ഇവരെന്തൊന്നും പറഞ്ഞാ കരഞ്ഞത്? പാപിയാ എന്നെ ശിക്ഷിക്കല്ലേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ യേശു അവൻ എന്തോന്നാ വിളിച്ചത്? നീതിമാനെ. അവൻ എന്തോ ചെയ്തേ? സ്വർഗത്തിലേക്ക് നോക്കി ഒരൊറ്റ കരച്ചില്. കാരണം അവന്റെ മുമ്പില് സ്വയനീതിയില്ല, പരീശന്റെ നീതിയില്ല. സ്വർഗത്തിലെ നീതിക്ക് വേണ്ടി മോഹം, കൊതി, പരവേശം. അവനത് ലഭിച്ചേ പറ്റുള്ളൂ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അവനോട് യേശു പറഞ്ഞു, നീതിമാനെ നീ വീട്ടിൽ പോവാൻ. അപ്പൊ വിശ്വാസത്താലുള്ള നീതി ആയതുകൊണ്ട് എന്താ പ്രയോജനം? ഈ വരെ കിടക്കുന്നവനും രക്ഷപ്പെടാം, ഈ വരെ കിടക്കുന്നവനും രക്ഷപ്പെടാം, താഴ്ത്ത വരെ കിടക്കുന്നവനും രക്ഷപ്പെടാം, ഏറ്റവും വെളി കിടക്കുന്നവനും രക്ഷപ്പെടാം. ഒറ്റ നോട്ടം മുകളിലേക്ക് ഒറ്റ നിലവിളി. യഹൂദനും രക്ഷപ്പെടാം, യവനും രക്ഷപ്പെടാം, കള്ളുകുടിയനും രക്ഷപ്പെടാം, സകല മനുഷ്യരും രക്ഷപ്പെടുത്താം. വിശ്വാസത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന ഒരു നീതി, അതാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്താ ഈസി അല്ലേ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ടേറ്റ് പറയാൻ തയ്യാറുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം പറഞ്ഞു. അയ്യോ, ആരുമില്ലേ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയാൻ തയ്യാറുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം പറയാൻ. ഞാനുണ്ട്, സ്തോത്രം. കൈയൊന്ന് പൊക്ക്, പെന്തക്കോസുകാരായിട്ട്. ഓക്കെ, അടുത്തത് പിതാവ് അല്ലല്ല 9 തന്നെ. പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കി. അപ്പൊ അത് രണ്ടും നമുക്ക് ഓക്കെ ആയില്ലേ? പക്ഷെ ഇതിനകത്ത് വേറൊരു വലിയ അപകടം ഇരിപ്പുണ്ട്. ഞാൻ പറയട്ടെ എന്താന്ന്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല. അപ്പൊ ഏറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ യേശുവിനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് പിശാചിന് വരെ അറിയാം. അപ്പൊ അത് ഹൃദയത്തിൽ അറിഞ്ഞിട്ടും വലിയ കാര്യം ഇല്ല. ഇത് രണ്ടുമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിലും ഈ രണ്ടും അത്ര എളുപ്പമൊന്നുമല്ല. അത് ഭയങ്കര പാടാ. 10-ാം വാക്യം വായിച്ചറിയാം അതിന്റെ പാടെന്താന്ന്. വായിച്ചു. ഹൃദയം കൊണ്ട് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. എന്തിനു വേണ്ടി വിശ്വസിക്കണം? എന്തിനു വേണ്ടി വിശ്വസിക്കണം? വായിക്കേ. നീതിക്കായി വിശ്വസിക്കണം. അപ്പൊ ഈ പുനരുത്ഥാനത്തിൽ ചുമ്മാ വിശ്വസിച്ചാ പോരാ. ഒരുത്തൻ എന്നെ കൊല്ലാൻ വരുമ്പോ ഞാൻ പറയും പുനരുത്ഥാനമുണ്ട്, സാരമില്ല, തല്ലിക്കും, ഇവിടെ നീതി ഉണ്ടാകുന്നത്. നീതിക്ക് വേണ്ടി എന്ത് വിശ്വസിക്കണം? നീതിക്ക് വേണ്ടി എന്ത് വിശ്വസിക്കണം? പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. അവൻ എന്നെ തോപ്പിക്കും. ഇലക്ഷൻ സഭയ്ക്കകത്തുണ്ട്. ഇപ്പം തോറ്റുകൊടുക്ക്. എന്താ കാര്യം? എന്തുകൊണ്ട് തോറ്റുകൊടുക്കാം? പുനരുത്ഥാനം ഉണ്ടല്ലോ. ഞാൻ ചത്തുപോയാലും കുഴപ്പമില്ല, പിന്നെയാണോ തോറ്റാൽ? ചത്തുപോയാൽ പോലും കുഴപ്പമില്ലാത്തവന് തോറ്റ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ ചെയ്യാ അല്ലേ? പണ്ട് ഒരു ചർച്ചിൽ ഇങ്ങനെ കുറെ പേര് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കുറെ പേര് അന്നേരം തോക്കുമായിട്ട് ചർച്ചിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഈ കഥയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതാ നിങ്ങളെല്ലാം അറിയാമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കഥ ഞാൻ പറയുന്നു. ഒരു 10 പേര് അവസാനോട് ഇരുന്നു.
കൊല്ലുവാണെ കൊല്ലാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ഓടി. അവസാനം ഈ തോക്കുമായിട്ട് വന്നമാര് തോക്കെല്ലാം താഴെ വെച്ചിട്ട് ഇനി നമുക്ക് ആരാധിക്കാം, പോയവന്മാരെല്ലാം പോട്ടെന്ന് പറഞ്ഞു. കാരണം ഇവന്മാരൊന്ന് പരീക്ഷിക്കാൻ വന്നതായിരുന്നു. ഇതായിരുന്നോ നിങ്ങൾ കേട്ടിരുന്ന കഥ? അല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇതുപോലെ ആരെങ്കിലും തോക്കുമായിട്ട് വന്നാൽ അറിയാം നമ്മൾ എത്ര പേര് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ ദൈവം സഹായിച്ച ആരും അങ്ങനെ വരുന്നില്ല. അത്രയും വലിയ പരീക്ഷണം ഒന്നും ദൈവം നമുക്ക് തരുന്നില്ല. കുഞ്ഞു 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 പരീക്ഷണം തരുന്നു. കുഞ്ഞു കുഞ്ഞു മരണങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നമുക്ക് അനുഭവിക്കാൻ ചെറിയ ചെറിയ മരണങ്ങളുടെ പാക്കേജ് ദൈവം വെച്ചിട്ടുണ്ട്. തോറ്റു കൊടുക്കുക, വിട്ടുകൊടുക്കുക. അമ്മായിയമ്മ എന്നെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു, ഒരു ചെറിയ മരണം. മരിച്ചേരെ, പുനരുത്ഥാനം ഉണ്ടല്ലോ, ദൈവം ഉണ്ടല്ലോ. ഒന്ന് തോറ്റു കൊടുത്ത എന്താ പ്രശ്നം? ഇങ്ങനെ അനേകം കുഞ്ഞു കുഞ്ഞു മരണങ്ങൾ. തോൽവി ഒരു വലിയ മരണമാണ്. നമ്മുടെ രാജ്യമാ തോറ്റത്, അത് നമ്മുടെ രാജ്യത്തിന്റെ മരണമാണ്. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവന് ഇത് നീതിക്കായി പ്രയോഗിക്കാം. ഒരുത്തൻ എന്നെ ചീത്ത പറഞ്ഞോട്ടെ, ദൈവത്തിന് സ്തോത്രം, കാരണം പുനരുത്ഥാനം ഉണ്ടല്ലോ. ഒരുത്തൻ എന്നെ ഇടിച്ചോട്ടെ, ദൈവത്തിന് സ്തോത്രം, പുനരുത്ഥാനം ഉണ്ടല്ലോ. ഒരുത്തൻ എന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കട്ടെ, പുനരുത്ഥാനം ഉണ്ടല്ലോ. ഹൃദയത്തിൽ പുനരുത്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നീതിയായിട്ട് മാറണം. ഇത് നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കി, എന്താ ഭയങ്കര അത്ഭുതം നമുക്ക് വരാൻ പോകുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് മിറക്കിൾ. അതാ നമ്മൾ രാവിലെ കണ്ടത്. യേശുവിനോടൊപ്പമുള്ള മരണം നമ്മൾ ആഘോഷിക്കുക. വി ആർ സെലിബ്രേറ്റിംഗ് അവർ ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്. ഈ ക്രൂശാണ് ഇന്ന് നമ്മുടെ സഭയെ കാണാത്തത്. കുഞ്ഞു കുഞ്ഞു മരണങ്ങൾ, വലിയ വലിയ പുനരുത്ഥാനങ്ങൾ. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാ. നമുക്കൊരു കുഞ്ഞു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നേരിടാനും കിട്ടുന്ന ശക്തി എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഇതാ, മരണം അനുഭവിക്കാത്തവന് പുനരുത്ഥാനത്തിന്റെ ശക്തി ആവശ്യമുണ്ടോ? നമ്മൾ ഇന്ന് നമ്മുടെ ജഡത്തിന്റെ ശക്തിയിൽ യുദ്ധം ചെയ്യുന്നു, പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് വേണ്ട. ഇപ്പോഴും നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നില്ല, എങ്ങനെ നമ്മൾ ഇവിടെ എത്തും എന്നുള്ള കാര്യം. ഇവിടെ എത്തണ്ടേ? ഇവിടെ എത്താതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ സ്വർഗത്തിൽ പോവോ? നിങ്ങളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മെസ്സേജസ് എല്ലാം വരുന്നത്. ഈ ഉറപ്പ് വർദ്ധിച്ചെങ്കിൽ മാത്രം ഇന്ന് രാത്രിയോടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായെങ്കിലേ നാളെ എനിക്ക് മാനസാന്തരത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രിയോടെ നിങ്ങൾക്ക് രക്ഷയുടെ ഉറപ്പുണ്ടായില്ലെങ്കിൽ നാളെ ഞാൻ മാനസാന്തരത്തെ കുറിച്ച് എങ്ങനെ പറയും? ഇതിനി അടുത്ത കാര്യം. ഈ പടം എല്ലാം ഞാൻ മാച്ച് കളഞ്ഞു, അടുത്തൊരു പിക്ചർ വരയ്ക്കാൻ പോകും. ഒരു കാര്യം പറയാനുണ്ട് അതിനിടയ്ക്ക്, അതുകൂടെ പറഞ്ഞേക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. വായ്കൊണ്ടെന്ന് ഏറ്റു പറയാൻ എളുപ്പം അല്ലെ? കർത്താവ് എന്ന് വിളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ രക്ഷയ്ക്കായി ഏറ്റു പറയാൻ പാടാ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. നമ്മുടെ വീട്ടില് ഒരു കല്യാണം നടക്കുവാന്ന് വിചാരിച്ചു. എല്ലാരും വിചാരിച്ചോ? ആദ്യം ആരോട് ആലോചന ചോദിക്കുന്നേ? ഈ കല്യാണം വേണോ വേണ്ടയോ? പറയട്ടെ, ലക്ഷ്മി ദേവിയോട്, മാമോൻ എന്ന ദൈവത്തോട്. എങ്ങനെയുണ്ട് ചെറുക്കന്റെ വീട്ടില് സാമ്പത്തികം? വലിയ കുടുംബക്കാർ, ഇഷ്ടം പോലെ പണമുണ്ട്. ഓക്കെ, അപ്പൊ മാമോൻ ഈസ് ഹാപ്പി. അടുത്തത്, പെണ്ണിന് എന്തുണ്ട് വിദ്യാഭ്യാസം? MBA കാരിയാ, അപ്പൊ സരസ്വതി ദേവി ഈസ് ഓൾസോ ഹാപ്പി. അടുത്ത ഒരു ചോദ്യമുണ്ട്, ഒരു ഭയങ്കര ചോദ്യം. നമ്മുടെ കൂട്ടരാണോ? അതെ, നമ്മുടെ കൂട്ടരാ. അപ്പം കുലദൈവങ്ങളും ഹാപ്പി. ഇനിയാണ് ദൈവത്തോട്, യേശുവേ ഞങ്ങളുടെ കയ്യിൽ വെള്ളം മാത്രമുള്ളേ, ഇതിനെങ്ങനെയെങ്കിലും വീഞ്ഞാക്കി തരാൻ നീ വരണം. അപ്പൊ ആരാണ് കർത്താവ്, ആരാണ് സെർവന്റ്? നിങ്ങക്ക് ധൈര്യം ഉണ്ടോ യേശുവോ എല്ലാ കാര്യത്തിലും എന്റെ കർത്താവ് എന്ന് പറയാൻ? പിള്ളേരുടെ കല്യാണം വരുമ്പോ അറിയാം യേശു ആണോ കർത്താവ്, ആരാ കർത്താവ് എന്നുള്ള കാര്യം. നമ്മൾ മാറിയില്ലെങ്കിൽ ആരും മാറും. പുനരുത്ഥാനം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ നമുക്ക് മാറാൻ പറ്റുന്നില്ല എങ്കിൽ ജീവൻ എന്താണെന്ന് അറിയാത്ത പാവങ്ങൾ എങ്ങനെ മാറും? ഇന്ന് നമ്മുടെ നീതി താഴോട്ട് ഇറങ്ങി
ഈ ലോകത്തിലുള്ള നീതിയെക്കാളും താഴെ പോയി. നമ്മൾ അറിയുന്നില്ല. അതിന്റെ എല്ലാം കാരണം വിശ്വാസം എന്നതിൽ മായം കലർന്നുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും പറയണം, യേശുവേ നീയാണ് കർത്താവ്. നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ വരും. യേശുവിന്റെ രാജ്യത്തിൽ ജീവിക്കുന്നത് എങ്ങനെ. അതിനുവേണ്ടി നമ്മൾ ആണ്ടറുതിയുടെ ദിവസം വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ പിക്ചർ എല്ലാം മാച്ച് കളഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഒരു ഭയങ്കര ഓപ്പറേഷനിലൂടെ ദൈവം എന്നെ ഈ മുകളിലത്തെ വരെ കൊണ്ടുവരുന്ന ഒരു അത്ഭുത കാഴ്ച എങ്ങനെ സംഭവിക്കുന്നു? ഫെയ്ത്തിനാലുള്ള നീതി. ഓക്കെ, ഈ പിക്ചർ മുഴുവൻ കളഞ്ഞു. ഇനി പുതിയൊരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. ഒരു വൃത്തം, അതിന് ചുറ്റും ഒരു വൃത്തം, കോൺസെൻട്രിക് സർക്കിൾസ്, കുറെ വൃത്തങ്ങൾ എങ്ങനെ വരച്ചു. ഒരു സെന്ററിൽ ചുറ്റും പല റേഡിയസ് ഉള്ള വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പ് ചെയ്ത് കൊള്ളിക്കാൻ വേണ്ടി വെക്കുന്ന ടാർഗറ്റ് ബോർഡ് പോലെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ? അതാണ് സാധനം. നടുക്കൊരു റെഡ് സ്പോട്ട് ഉണ്ട്, റെഡ് സ്പോട്ട്. അപ്പൊ അവിടെ എറിഞ്ഞു കൊള്ളിക്കുന്നതാണ് ടാർഗറ്റ്. ഇത് ഞാൻ ഇവിടെ ആ ദൂരെ ഈ ഭിത്തിയിൽ ഫിക്സ് ചെയ്തിരിക്കുക. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ സങ്കല്പിച്ചോണം. നിങ്ങൾ ആ ഡോറിന് വെളിയിൽ ആ ഭിത്തിയുടെ അവിടെ നിന്നുകൊണ്ട് ഒരു ചെറിയ ആരോ എടുത്ത് എറിയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ ബുക്കിന്റെ ബാക്കിലുള്ള സെൻട്രൽ പോയിന്റിൽ കൊള്ളിക്കുക. എന്തുകൊണ്ടാ ലക്ഷ്യം നമുക്ക് ഉണ്ടായതെന്നറിയോ? യേശു ജീവിച്ചപ്പോൾ അവൻ ചെയ്ത ഓരോ പ്രവൃത്തികളും ആ സെൻട്രൽ പോയിന്റിലായിരുന്നു. പിതാവിന്റെ പെർഫെക്റ്റ് ഇഷ്ടം. എന്റെ ഉള്ളിലും അതേ ആത്മാവുള്ളത് കൊണ്ട് യേശു എന്റെ അവയവങ്ങളിൽ വരാനുള്ള ഞരക്കം എനിക്കുണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. യേശുവിനോട് എനിക്ക് അത്രയും സ്നേഹമാണ്. അവൻ ജീവിച്ച പോലെ ഒരു സെക്കൻഡെങ്കിലും ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം എന്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അവര് മാത്രമേ ദൈവമക്കള്. ഈ ദൂരേന്ന് എറിഞ്ഞു, എവിടെ കൊണ്ട് കാണും? അവിടെ വന്ന് വീണ് കാണും. ഞാൻ പിന്നെ എടുത്തു. എന്റെ കയ്യിൽ ആയിരക്കണക്കിനുണ്ട് അവസരങ്ങള്. അടുത്തെടുത്ത് എറിഞ്ഞു, എവിടോ ചെന്ന് വീണു. ഞാൻ നിർത്തില്ല. പിള്ളേരുടെ കയ്യിലോട്ട് ഒരു 50 ആരോ കൊടുത്തിട്ട് എറിയാൻ പറഞ്ഞ അവര് അന്ന് വൈകിട്ട് വരെ നിന്നുകൊണ്ട് എറിഞ്ഞോളൂ. ലക്ഷ്യം എന്തായിരിക്കും? സെൻട്രൽ പോയിന്റ്. ലക്ഷ്യം മാത്രം മാറില്ല, പക്ഷെ വീഴുന്നത് അവിടെ ഇവിടെ അവിടെ ഇവിടെ അവിടെ ഇവിടെ. കുറെ കഴിയുമ്പോൾ ഞാൻ പറയും, ശോ കൊള്ളുന്നില്ല, കുറച്ചും കൂടെ അടുത്ത് ചെന്ന് നോക്കാം. ഡോറിന്റെ ഇപ്പുറത്ത് വന്നു, എറിഞ്ഞു. അപ്പോ കുറെ എണ്ണം അടുത്ത് വന്നു, ഇവിടെ വീണു, സ്റ്റേജിൽ വീണു. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കുറച്ചും കൂടെ അടുത്ത് വന്നു, അപ്പൊ ഭിത്തിയെ കൊള്ളാൻ തുടങ്ങി. അടുത്തടുത്തടുത്തടുത്ത് വന്നു. അപ്പൊ 1-2 അറിയാമോ, ഈ ബോർഡിൽ കൊണ്ടു. നടുക്കമല്ല, ബോർഡിൽ കണ്ടു. എന്ന് പറഞ്ഞാൽ യേശു ചെയ്തതിന്റെ ഏതാണ്ട് അടുത്ത് വന്നു. ഞാൻ നിർത്തിയില്ല, എറിഞ്ഞോണ്ടിരിക്കുക. സെന്ററിൽ ഒരിക്കലും കൊണ്ടില്ല, പക്ഷെ ഞാൻ ചത്തുപോയി. ജീവിതം മുഴുവൻ എറിഞ്ഞു. നല്ല പോർ വരുത്. വിശ്വാസം വിട്ടുകളഞ്ഞില്ല. അവസാനം വരെ യേശുവിനെ പോലെ ചെയ്യാനായിരുന്നു ഉന്നം. പ്രാർത്ഥിക്കാൻ നേരത്തെ ആഗ്രഹം, കർത്താവ് യേശു പ്രാർത്ഥിച്ച എന്തായിരുന്നു അത് തന്നെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണേ. അവസാനം ഞാൻ മരിച്ചു സ്വർഗത്തിൽ ചെന്നു. കർത്താവ് പറഞ്ഞടാ, നീ എറിഞ്ഞ ബോർഡ് കാണണോ? കർത്താവെ വേണ്ട, ഒറ്റ പ്രാവശ്യം പോലും യേശുവിനെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ കർത്താവ് പറയും, മോനെ, പ്രവൃത്തിയായിരുന്നു നോക്കിയിരുന്നെങ്കിൽ നിനക്ക് ക്വാളിഫിക്കേഷൻ മാർക്ക് 0 ആണ്. പക്ഷെ ഞാൻ നിന്നെ നീതീകരിച്ചത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നീ എങ്ങോട്ട് ഉന്നം പിടിച്ചുവെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ചിന്തിച്ചോ? മനസ്സിലായോ? എങ്ങോട്ടാ ഉന്നം വെച്ചത്? യേശുവിനെയാണോ? നിങ്ങൾ ജീവിക്കുന്നതിന്റെ ഉന്നം യേശു ആണോ? എവിടെ കൊണ്ടു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നു എന്നുള്ള ദൈവം നോക്കുന്നത്. അവിടെ ചെല്ലുമ്പം കർത്താവ് പറയും, നീ ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലം ഒന്നുമില്ല, പക്ഷെ നിനക്ക് ഞാൻ തരാൻ പോകുന്ന പ്രതിഫലം യേശു നിനക്ക് സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് വാങ്ങിക്കുന്ന പ്രതിഫലം ആരനുസരിച്ചതിന്റെ പ്രതിഫലം? പറ. ഉന്നം വെച്ചാൽ യേശുവിനെ ലക്ഷ്യമാക്കി ജീവിതം മുഴുവൻ ഓടിയാൽ വിശ്വാസത്തിലൂടെ എനിക്ക് ലഭിക്കുന്നത് യേശു അനുസരിച്ച അനുസരണത്തിന്റെ പൂർണ്ണ പ്രതിഫലമാണ്.
അതിനെയാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെന്ന് വാങ്ങിക്കുന്നത് യേശു വെക്കേണ്ട കിരീടമാണ്. എന്താ എന്റെ കാര്യം? ഞാൻ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ, എന്തിനു വേണ്ടി ഓടിയോ, അതാണ് എനിക്ക് പ്രതിഫലം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേട്ടിട്ട്? ഒരു ഉറപ്പുള്ളിൽ തോന്നുന്നുണ്ടോ, എനിക്ക് യേശുവിന്റെ പൂർണ്ണ പ്രതിഫലം, ആ ഉന്നത വിളിക്ക് യോഗ്യമായ പ്രതിഫലം ഞാൻ പ്രാപിക്കും എന്ന് ഉള്ളിൽ ബോധ്യം തോന്നുന്നുണ്ടോ? ഉന്നം വയ്ക്കാൻ. എനിക്ക് യേശുവിനെ പോലെ ആകാനുള്ള എന്റെ ഓട്ടം. ഞാൻ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു 40 നില കെട്ടിടത്തിന്റെ മുകളാണ് യേശുവിന്റെ വിശുദ്ധിയെങ്കില് ഞാൻ ഓടി അരമണിക്കൂർ ഓടിയപ്പോഴേക്കും ഞാൻ തീർന്നു, ഒരു നില പോലും എത്തിയില്ല, മരിച്ചുപോയി. ചിലർ 5 നില ഓടി, പൗലോസൊക്കെ 30 നില ഓടി. പക്ഷെ അവസാനം പ്രതിഫലം വിഭജിക്കാൻ നേരത്തെ രാവിലെ 8 മണി തൊട്ട് പണിതവനും വൈകിട്ട് 11 മണി നേരത്തെ വന്നവനും എല്ലാം ഈക്വൽ. ഒറ്റ ചോദ്യമുള്ളൂ, എന്തോരം ഓടി എന്നല്ല, എങ്ങോട്ട് ഓടി, എത്ര നാൾ ജീവിച്ചു എന്നല്ല, എന്തിനു വേണ്ടി ജീവിച്ചു, ആരെ മോഹിച്ചു, ആരെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചു, ആരുടെ ആത്മാവിനാൽ നടത്തപ്പെട്ടു. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങോട്ടൊക്കെയോ ഓടി വേസ്റ്റ് ആക്കി കളയും, അറിയാതെ. യേശുവിനെ ലക്ഷ്യം വെക്കാതെ നമ്മൾ ഓടുന്ന ഓട്ടങ്ങളെല്ലാം വേസ്റ്റാണ്. എത്രയോ വലിയ പ്രതിഫലം പ്രാപിക്കാൻ നമ്മുടെ മുൻപിലുണ്ട്. ക്രൂശിലെ കള്ളൻ ആകെ 2-3 മണിക്കൂർ ഓടിയത്, അവൻ പൂർണ്ണ പ്രതിഫലം പ്രാപിച്ചു. പൗലോസ് എത്ര മണിക്കൂർ ഓടി നമുക്കറിയില്ല, എത്ര നാൾ ഓടി. ഞാൻ എത്ര നാൾ എനിക്കിനി ഓടാനുണ്ടെന്നും എനിക്കറിയില്ല, ചിലപ്പോൾ ഇന്നും കൊണ്ട് തീർന്നേക്കാം. പക്ഷെ 1 മണിക്കൂർ എനിക്ക് ബാക്കിയുള്ളെങ്കിലും എന്റെ ലക്ഷ്യം യേശു ആണെങ്കിൽ എന്റെ പ്രതിഫലം യേശുവാണ്. സംശയം ഉണ്ടെങ്കിൽ റോമാലേഖനം 5:19 വായിക്കുക. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. ഞാൻ അവിടെ നിന്ന് ഉന്നം പിടിക്കുമ്പോഴെല്ലാം എന്റെ മനസ്സിലെ ഫെയ്ത്ത് എന്താണെന്നറിയോ? യേശു എറിഞ്ഞു കൊള്ളിച്ചതാ, ഞാനും കൊള്ളിക്കും. യേശു എറിഞ്ഞു കൊള്ളിച്ചതാ, അവന്റെ അനുസരണമാണ് എന്നെ നീതിമാനാക്കുന്നത്. മനസ്സിലായോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ഓട്ടം ഓടണമെന്ന്? നിങ്ങൾ ഓടുകയും ചെയ്യും. കാരണം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ, എനിക്ക് ആഗ്രഹമുണ്ട് യൗവനക്കാർ പ്രത്യേകിച്ച് അവരുടെ ഉള്ളില് യേശുവിന് വേണ്ടി ഒരു ജീവിതം അങ്ങ് മാറ്റിവെക്കാൻ ഒരു തീരുമാനം അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അത് മതി. ഈ ദേശം മുഴുവൻ നിങ്ങൾ ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് ഈ ദേശം അറിയാൻ ആ ഒരൊറ്റ ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്താൽ അത് ഭയങ്കര മാറ്റം ഉണ്ടാക്കും, ഈ സഭയ്ക്കും ഈ നാടിനും. പക്ഷെ എവിടെയാണോ നമ്മുടെ വിശ്വാസത്തിന്റെ ട്രാക്ക് തിരിഞ്ഞു പോയത്, അവിടെ നിന്ന് നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. പ്രത്യാശയാൽ നമ്മൾ നിറയേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തിൽ കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതായുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1:29-30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അപ്പൊ എന്റെ പ്രതിഫലവും എന്റെ നീതിയും എന്റെ വീണ്ടെടുപ്പും എല്ലാം ആരാണ്? യേശുവാണ്. യേശു ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. അവന്റെ പുനരുത്ഥാനം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം വ്യർത്ഥമാണ് എന്ന് പൗലോസ് പറയാനുള്ള കാരണം ഈ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് നമ്മൾ ശ്വാസം വിടുന്നതിന്റെ വരെ കാരണം. അല്ലെങ്കിൽ നമ്മൾ കർണം കാണിച്ചു കൊടുക്കുന്നതിന് അർത്ഥമില്ല. ഈ സുവിശേഷം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അവൻ പ്രസംഗിച്ച നീതി അവന്റെ മരണത്തിലൂടെയാണ് അവൻ തെളിയിക്കുന്നത്. മരണം വരെ സ്നേഹിക്കാം, മരണം വരെ ക്ഷമിക്കാം, മരണം വരെ സന്തോഷിക്കാം. എങ്ങനെ തെളിയിക്കുന്നേ? സ്വന്തം മരണത്താൽ. അതുകൊണ്ടാ സ്വന്തം രക്തത്താൽ എഴുതപ്പെട്ട നിയമം എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നു. അവന്റെ രക്തമാണ് ഇതിന്റെ വിറ്റ്നസ്. സ്നേഹിക്കണം എന്നുള്ളതിന്റെ വിറ്റ്നസ് ആരാണ്? യേശുവിന്റെ രക്തമാണ്. പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ രക്തത്താലാണ്. അതിന് കാര്യം അവന്റെ മരണമാണ് ഈ നിയമം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. യേശുവിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സ്നേഹിക്കണം. എവിടം വരെ സ്നേഹിക്കണം? വീട്ടിലോട്ട് എന്നിട്ട് ഇന്ന് കുടുംബത്തിൽ ഭർത്താവിനോട് ഭാര്യയോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ, സ്നേഹിക്കണം. എവിടം വരെ? ഞാൻ മരിച്ചു പോകുന്നവരെ. അങ്ങനെയുമല്ല,
നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലുന്നവരെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നയാളെ അങ്ങോട്ട് സ്നേഹിക്കുക. വേറൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിവിടെ ലൈറ്റ്സ് ഓൺ ആണ്. ഇപ്പം ഈ ലൈറ്റ് കെടുത്തണമെങ്കിൽ എന്താ വഴി? എന്താ വഴി? സ്വിച്ച് ഓഫ് ചെയ്യണം അല്ലേ? നമ്മൾ പലപ്പോഴും പലരോടും പറയാറില്ലേ, എന്റെ ക്ഷമയെ പരിശോധിക്കരുത്. പരിശോധിച്ചാ പോക്ക, കാരണം ഇത്രേ ഉള്ളൂ. യേശുവിന്റെ ക്ഷമ എന്ന് പറയുന്നത് സ്വിച്ച് ഇല്ല, ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ ഓണായി തന്നെ നിൽക്കും. എത്ര കൂരിട്ട് വന്നാലും അത് ഓണായിരിക്കും. വേണം തല്ലിക്കെടുത്തികളെ, അതേ പറ്റുള്ളൂ. അതാ അവർ ചെയ്തത്. ഇതിങ്ങനെ അധികം നാൾ ഈ വെളിച്ചോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എല്ലാം വെള്ളത്തിലാവും. തല്ലിക്കെടുത്തിയേക്കാം. നമ്മളെയും തല്ലിക്കൊല്ലാനേ പറ്റുള്ളൂ, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള യേശുവിന്റെ ജീവനെ അസ്തമിപ്പിക്കാൻ പറ്റത്തില്ല. അതൊരു കാലത്ത് ജനം മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം നമുക്കെതിരെ തിരിഞ്ഞോളും. ഇന്നെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ അവരെ പോലെ ആയോണ്ടാ. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ്? നമ്മളെ തല്ലിക്കൊന്നാലേ ഈ വെളിച്ചം പോവുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോകം അത് ചെയ്യും. പക്ഷെ തല്ലിക്കൊന്നാലേ ഈ വെളിച്ചം പോകാവൂ. യേശുവിന്റെ നീതിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമുക്ക് ആ പ്രവൃത്തികളിലേക്ക് വരാം. ഇപ്പം എങ്ങനെയാണ് ആ നീതിയുടെ പ്രവൃത്തികൾ ഉളവാകുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളിപ്പോ വരും. അതിനു മുമ്പ് യേശുവാണ് എന്റെ ഉള്ളിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്ന അവനാ. അവന് പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? സ്നേഹം കുറച്ചെങ്കിലും ഉള്ളവര്, കുറച്ചെങ്കിലും. ഒട്ടുമില്ലാത്തവരുണ്ടോ? ഒട്ടുമില്ലാത്ത ഒരു ദുഷ്ടനും ഈ ലോകത്തുണ്ടാവില്ല. കുറച്ചെങ്കിലും കാണത്തില്ലേ? ആരോടെങ്കിലും ഉണ്ടല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിലെ വെറും സീറോയാണ്. കാരണം എന്താ കാര്യം എന്നറിയോ? ഇത് നമ്മുടെ ഈ റോഡിലൂടെ പോകുമ്പം, ചില റോഡിലൂടെ പോകുമ്പം റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ടോ രാത്രിയിൽ? കണ്ടിട്ടുണ്ടോ? വണ്ടി ഓടിക്കുമ്പം ഞാനൊക്കെ ആദ്യം അമ്പരന്ന് പോയിട്ടുണ്ട്, എന്ത് ലൈറ്റാ ഈ റോഡിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അന്നേരം മനസ്സിലാകുന്ന വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ലൈറ്റ് ഇല്ല. റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് ആണ്. അതിന് സ്വന്തമായി പ്രകാശിക്കാൻ കഴിവില്ല. ഉദാഹരണത്തിന് നമുക്ക് സ്വന്തമായി പ്രകാശിക്കാൻ കഴിവില്ല. ആരെങ്കിലും ഒന്ന് പ്രകാശിച്ചാൽ തിരിച്ചു പ്രകാശിക്കാം. ചർച്ച വരുമ്പോൾ തീരുമാനിക്കാം, അവനെന്നെ നോക്കി ചിരിച്ചാ ഒന്ന് ചിരിച്ചേക്കാം. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവൂ? പ്രത്യേകിച്ച് നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ക്രിസ്തീയ തോൽവി എന്ന് പറയുന്നത് നീതി നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന. യേശു അങ്ങനെ ചെയ്തേ. നീതി അവന്റെ ഭാഗത്തായിരുന്നു, തോറ്റു കൊടുത്തു. പ്രകാശമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ ഞാനും ചിരിക്കത്തില്ല. ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചാൽ ഞാനും. 1 ടൺ സ്നേഹം ഞാൻ ഒരാൾക്ക് കൊടുത്താൽ 1 കിലോയെങ്കിലും തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പിന്നെ ആളെ സ്നേഹിക്കാൻ എന്റെ കയ്യിൽ ഉണ്ടാവില്ല. വെള്ളത്തിനൊരു സ്വഭാവമുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചാൽ അത് എങ്ങോട്ട് പോകും? മുകളിലോട്ട് കയറി പോവോ? താഴോട്ട് ഒഴുകി വരത്തുള്ളൂ അല്ലേ? സ്നേഹം അങ്ങനെയാ. എന്റെ സ്നേഹം വേണമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കാനുള്ള സ്നേഹം എന്റെ കയ്യിലുള്ളൂ. എന്റെ സ്നേഹം വേണ്ടാത്തവനെ സ്നേഹിക്കാൻ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അത് എങ്ങോട്ട് ഒഴുകുള്ളൂ? താഴോട്ട് മാത്രം ഒഴുകുള്ളൂ നമ്മുടെ സ്നേഹം. എന്നാൽ യേശുവിന്റെ സ്നേഹം അങ്ങനെ അല്ലായിരുന്നു. അത് മുകളിലോട്ട് ഒഴുകുമായിരുന്നു. അപ്പൊ തന്നെ അറിയാം ഈ സാധനം വേറെയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. ഈ താഴോട്ട് മാത്രം ഒഴുകുന്ന സ്നേഹം ഇത്തിരി കൂടിയിട്ടും കാര്യമില്ല. അത് ദൈവത്തിന് വേണ്ട. മുകളിലോട്ട് ഒഴുകുന്ന സ്നേഹം വേണം. വീട്ടിലോട്ട് ചെല്ലുമ്പം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവിടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല അമ്മായിപ്പൻ അമ്മായിമ്മ, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യ എപ്പോഴും ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ ചില ഭാര്യമാരുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭർത്താവിന്റെ ഉള്ളില് ഭാര്യയോട് ഭയങ്കര സ്നേഹം വർദ്ധിച്ചു വരുമോ? ചിന്തിച്ചു നോക്കി, നടക്കുവോ? ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് ഭാര്യ ഇടിക്കുന്നു. ഓരോ ഇടി കൊള്ളുമ്പോഴും ഈ ഭർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നു. പോസിബിൾ ആണോ? നിങ്ങൾ ആലോചിക്കുക. സാധ്യമാണോ? സാധ്യമല്ല. ഇതാണ് മനുഷ്യന്റെ സ്നേഹം.
യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഒരു തുള്ളി പോലും യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലില്ല. സ്വാഭാവികമായി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ത് സ്നേഹം? കൂടിക്കൂടി വരുന്ന സ്നേഹം. കഴിഞ്ഞ വർഷം ഈ വർഷം തീരാൻ പോകണല്ലോ, ഈ വർഷം ആദ്യം ഒരു ദിവസം ഞാൻ ഒരു അത്ഭുതകരമായ കണ്ടുപിടുത്തം നടത്തി. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഭാര്യ എന്ത് പറഞ്ഞാലും എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്ത് പറഞ്ഞാലും ക്രോസ് ആയി കഴിഞ്ഞ് ഞാൻ കർത്താവിനോട്, എന്റെ കർത്താവ് ഇത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. കർത്താവ് ഒരു പരിഹാരം തരണേന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്നോട്, നീ അഗപ്പേ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എന്താ അഗപ്പയുടെ പ്രത്യേകത എന്നറിയോ? കയറ്റം കയറി പൊക്കോണം സ്നേഹം. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം കൂടുതൽ സ്നേഹിച്ചേക്കാം. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ ചോദിക്കുക, നിങ്ങൾ എങ്ങനെ ഇത്ര നന്നായത്? ഞാൻ പറഞ്ഞു, ഞാൻ നന്നായതല്ല, നീ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എന്നോട് ദൈവം പറഞ്ഞിരുന്നതുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരിക്കും അഗപ്പേ എന്താന്ന് മനസ്സിലായത്. കാരണം വേറൊരാൾ നന്നാകണം എന്നൊരു നിർബന്ധവും ഇല്ല നമ്മൾ സ്നേഹിക്കുന്നതിന്. ഈ സ്നേഹം ഒരു മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രം നടക്കുകയുള്ളൂ. ഇതുണ്ടാകണമെങ്കിൽ ഞാൻ മരിക്കണം. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ മരിക്കണം. എന്റെ സിംഹാസനം പൊളിഞ്ഞു പോണം. ദൈവത്തിന്റെ രാജത്വത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കണം. ഓക്കെ, അപ്പോൾ ഈ അഗപ്പെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുചെന്ന് നോക്കി. ഇന്ന് ഒത്തിരി കാര്യങ്ങളിൽ സഭയ്ക്കകത്ത് സഹോദരങ്ങളോട് വർദ്ധിച്ചു വരുന്ന അഗപ്പെ. ഞാനിത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പണ്ഡിത് വേദപ്രകാശ് എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പുള്ളി സെക്രട്ടറി ആയിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ ഓർക്കുന്നില്ല. ഒരു ബ്രാഹ്മണനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹവും ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പോഴും പുള്ളി ഭാര്യ മർദ്ദിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ക്രിസ്ത്യാനിയായി, വിശ്വാസിയായപ്പോൾ മർദ്ദനം കൂടി. ഒരു ദിവസം പുള്ളി ഓഫീസിൽ നിന്ന് വന്നിട്ട് കസേരയിൽ ഇരിക്കുന്നു. അപ്പൊ ഭാര്യ പുള്ളിയുടെ അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് പുള്ളിയുടെ ഷൂസ് ഊരുക, സോക്സ് അഴിക്കുക. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ആ കാലെടുത്ത് അവരുടെ തലക്കെട്ടൊരു ചവിട്ട് വെച്ചു കൊടുത്തു. ഈ പാവ സ്ത്രീ പോയി ഒരു ഭിത്തിയിൽ അടിച്ച് വീണ് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ഉടനെ അവരെ ഷാൾ എടുത്ത് തലയങ്ങ് കെട്ടിയിട്ട് മുട്ടുകുത്തി നിന്ന് വീണ്ടും വന്ന് ഈ സോക്സ് ബാക്കി അഴിക്കാൻ തുടങ്ങി. ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഉടനെ ഈ വേദപ്രകാശ് എന്ത് ചെയ്യുന്നറിയോ? പുള്ളി ഉടനെ നിലത്തോട്ട് മുട്ടുകുത്തി അങ്ങിരുന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്നെ പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ഉടനെ ഭാര്യ പറഞ്ഞു, നമ്മളെ വല്ലോ ആയിരുന്നെങ്കിൽ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞ് എല്ലാരെയും കരയിപ്പിച്ചേനാ ഇടിയുടെ കഥ. ഉടനെ ഭാര്യ പറഞ്ഞു, ഞാനല്ല, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇത് ക്രിസ്തു എന്റെ അകത്തിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഉടനെ വേദപ്രകാശ് പറഞ്ഞു, എനിക്ക് ഈ ക്രിസ്തുവിനെ വേണം. അയാൾ വിശ്വാസിയായി. ഈ കഴിഞ്ഞ വർഷവും പുള്ളി ജീവനോടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനാണ് ഈ വേദപ്രകാശ്. ഈ വർഷം പുള്ളി മരിച്ചു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഒരു ന്യൂസ് അങ്ങനെ ഞാൻ കേട്ടു, അറിയില്ല. ഇതാണ് ക്രിസ്തു ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, സൃഷ്ടിക്കപ്പെടുന്ന പുത്രന്റെ സ്വഭാവം, അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന പുത്രന്റെ സ്വഭാവമാണ് ഈ ഗ്യാപ്പ് മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ജഡരക്തങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെയ്ത് കയറാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പുനഃസൃഷ്ടി നടന്ന, വീണ്ടും ജനിക്കാത്ത, ദൈവാത്മാവില്ലാത്ത ഒരാൾക്കും ഈ മരണത്തിനപ്പുറത്തെ നിത്യതയിലേക്ക് നോക്കി നീതിക്കായി അത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് നമുക്ക് നിത്യതയെക്കുറിച്ച് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഈ നിത്യതയിലുള്ള എന്റെ വിശ്വാസത്തെ ഞാൻ എന്റെ നീതിക്കായി ഉപയോഗിക്കുന്നു. യേശുവിന്റെ നീതി എന്റെ അവയവങ്ങളിൽ കാണുന്നതിന് അവനോടൊപ്പം ഞാൻ എന്നെ തന്നെ മരിക്കാൻ വിടുന്നു. ഈ മരണത്തെക്കുറിച്ച് നമ്മൾ രാവിലെ കണ്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു ഭാഗമാണ് ഇങ്ങനെ വേദനയില്ലാതെ തുള്ളിച്ചാടിക്കൊണ്ട് മരിക്കാം എന്നുള്ളൊരു കാര്യം. ക്രിസ്തുവിനോടൊപ്പം
വേദന മുഴുവൻ അവൻ എടുത്തുകൊണ്ട് പോയത് ആനന്ദം എനിക്ക് തന്ന. രാവിലെ നമ്മൾ കണ്ടായിരുന്നത് അല്ലേ? ഈ പഴയ മനുഷ്യൻ തോറ്റു കൊടുക്കുമ്പോ എനിക്ക് എന്താ ഉണ്ടാകുന്നത്? ഞങ്ങളുടെ ചർച്ചിൽ ഒരു ബ്രദർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, പാസ്റ്ററെ, ഈ പഴയ മനുഷ്യൻ തോറ്റു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, ഭാര്യയുടെ മുമ്പിൽ, അപ്പന്റെ മുമ്പില്, അയൽവക്കക്കാരുടെ മുമ്പില്, ഭർത്താവിന് മുമ്പില്, സഭയില്, സഹോദരന്റെ മുമ്പിൽ എല്ലാം തോറ്റു കൊടുക്കുമ്പം, ഈ പഴയ മനുഷ്യനങ്ങ് മരിക്കുമ്പം, എന്നെ എല്ലാവരും നിന്ദിക്കുമ്പം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യം ഉള്ളപ്പോൾ ആൾക്കാർ എന്നെ കുറിച്ച് ദോഷം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുള്ള ഒരു വേദന പുള്ളി പറയാ, അത് ഈ കുഴിനകമൊക്കെ വരുമ്പോ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേദന പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഒരു വേദന. പഴയ മനുഷ്യൻ മരിക്കുന്നതിന്റെ സുഖം. ഇത്ര സന്തോഷമായിട്ട് മരിക്കാമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 കൊരിന്ത്യലേഖനം 5:14 ഞാൻ വായിച്ചത്. 2 കൊരിന്ത്യലേഖനം 5:14 വായിച്ചു നോക്കിയേ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. അതെങ്ങനെ കൊള്ളാം? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പം എല്ലാവരും മരിച്ചെന്നോ? യേശു മരിച്ചപ്പോ എത്ര പേര് മരിച്ചു? എല്ലാരും മരിച്ചു. എക്സാമ്പിൾ, നിങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നു, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ഉടനെ പാസ്റ്റർ പോയി ചർച്ചിലുള്ള എല്ലാ പിള്ളേരുടെയും ഫീസ് അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പ്യൂണും ക്ലാസ് വന്നു. ഫീസ് അടയ്ക്കാത്ത പിള്ളേരെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, വിളിച്ചു. ഇവരെഴുന്നേറ്റപ്പോ പറഞ്ഞു, നിങ്ങളിരുന്നോ, നിങ്ങളുടെ ഫീസ് അടച്ചു. അവർക്ക് രസീതും കൊടുത്തു. രസീതിൽ ആരുടെ പേരായിരിക്കും? രസീതിൽ ആരുടെ പേരാ? ഈ ഫീസ് അടച്ചയാളുടെ പേരാണോ? അല്ല. ആർക്ക് വേണ്ടി അടച്ചോ അവരുടെ പേരാ. ഫീസ് അടച്ചു എന്നുള്ള രസീത് 10 പിള്ളേർക്ക് കിട്ടി. ആരടച്ചത്? പാസ്റ്റർ അടച്ചത്. ആരാ നമുക്ക് വേണ്ടി മരിച്ചത്? യേശുവാ മരിച്ചത്. മരിച്ചു എന്നുള്ള രസീത് ആരുടെ കയ്യിലായിരിക്കുന്നേ? നമ്മുടെ പേരില്ല. അപ്പൊ ആര് വന്നാലും കാണിക്കാം ഞാൻ മരിച്ചതാ, കാരണം ഇതിന്റെ രസീത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഫീസ് അടച്ചതാരാ? യേശുവാ. പക്ഷെ മരിച്ചത് അല്ല, ഫീസിന്റെ രസീത് എന്റെ കയ്യിലാ. അപ്പൊ എന്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട് നീ മരിച്ചു എന്നുള്ള എന്റെ രസീത്. അപ്പൊ പിശാച് പ്രലോഭിപ്പിക്കാൻ വരുമ്പോ ഞാൻ പറയും ഞാൻ മരിച്ചത്, എന്നെ വിട്ടേരെ, നിന്നെ ഞാൻ കൊല്ലൂടാ എന്ന് പറയുമ്പോ ഒരിക്കൽ മരിച്ചവനെ പിന്നെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? നിന്നെ നരകത്തിൽ കൊണ്ടിടുമെന്ന് പിശാച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഓൾറെഡി അതെല്ലാം ശിക്ഷാവിധി കർത്താവ് ഏറ്റു, എന്റെ ഫീസും അടച്ചു തീർത്ത് എന്റെ രസീത്. എടാ, അവൻ നിന്നെ ചീത്ത പറയുന്ന കേട്ടില്ലേ? ഒന്ന് തിരിച്ചു പറ, അല്ലെ എല്ലാരും നിന്നെ തെറ്റിദ്ധരിക്കും. ചീത്ത തിരിച്ചു പറയായിരുന്നു, പക്ഷെ ചത്തുപോയില്ലേ, ഇനി എങ്ങനെ ചീത്ത പറയും? ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞു 2 തരത്തിലുള്ള മരണമുണ്ട്, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ്, ഒന്ന് ഒറിജിനലും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും എന്താ ഞാൻ കാണിച്ചു തരാം. ഞാൻ ശരിക്കും വീണ്ടും ജനിക്കാത്ത ആളാന്ന് വിചാരിച്ചോ? ഞാനും ഈ പ്രസംഗം കേട്ടിട്ട് പോയി മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. വീണ്ടും ജനിച്ചിട്ടില്ല, മരിക്കാൻ തീരുമാനിച്ചു. വീണ്ടും ജനിക്കാതെ മരിച്ച് എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ചെന്നു, ഭയങ്കര വഴക്കാണ്, അയൽവക്കക്കാരോട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യില്ലല്ലോ, ഇന്ന് വേറെ എവിടെയോ നടന്ന കഥയാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ മരിച്ചു, അവരെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ മരിച്ചതാ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പക്ഷെ കുറെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എന്റെ ഉള്ളിൽ എന്തൊക്കെയോ കത്തുന്നുണ്ട്. എന്താ കാര്യം? ഒരു ശവം ഇവിടെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ അയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ളിൽ കത്തിക്കൊണ്ട് കടിച്ചു പിടിച്ചാണോ പുള്ളി അവിടെ കിടക്കുന്നത്? ആണോ അല്ലയോ? കടിച്ചു പിടിച്ച കിടക്കുന്നെങ്കിലോ ശരിക്കും ചത്തിട്ടുണ്ടോ? മരണം അഭിനയിക്കും അല്ലെ? ഒരു ദിവസം കുറെ നേരം കഴിയുമ്പോ ഇവനിങ്ങ് ചാടി എഴുന്നേക്കും, മരിക്കാനും നീ സമ്മതിക്കത്തില്ല അല്ലേടാന്ന് ചോദിച്ചോണ്ട് അല്ലേ? ഈ കുറെ നാള് മരണം അഭിനയിച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാര് എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും നാട്ടിൽ മുഴുവൻ. എന്റെ കാരണം എന്താ? അടക്കി വെച്ച് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ശരിയായ മരണം യേശുവിനോടൊപ്പം മരിച്ചവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാപത്തെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മരിച്ചവർക്ക് ഈ മരണം അഭിനയിക്കേണ്ട കാര്യമില്ല. അവന് സ്വാഭാവികമായി ഒന്നും തോന്നത്തില്ല, അകത്ത് യേശുവിന്റെ ജീവൻ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഇതൊരു ചെറിയ തുടക്കം കേട്ടോ.
ഒരു ദിവസം 24 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും. പക്ഷെ ദൈവരാജ്യം കടുകുമണി പോലെയാ, ഇത് വളർന്നോളും. പെട്ടെന്ന് ഇത് വളർന്ന് നമ്മുടെ 24 മണിക്കൂറിനെയും ദൈവരാജ്യത്തിനകത്ത് കൊണ്ടുവരാനുള്ള ശക്തി ഈ ഒരു കടുകുമണിക്കകത്തുണ്ട്. തുടങ്ങിയാൽ മതി, ഭയങ്കരമായിട്ട് ഇത് വളരും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന പോലെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ വിശ്വാസത്തോടെ പ്രവേശിച്ചാൽ ഇത് നമ്മുടെ മണിക്കൂറുകളെ ഇൻവൈഡ് ചെയ്ത് വളരും. കാരണം അത്ര ഭയങ്കര ആനന്ദമാണ് ഈ ദൈവരാജ്യം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇറങ്ങി പോരാൻ തോന്നത്തില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പ്രവർത്തിക്കണം. കാരണം ഇനിമേൽ ജീവിക്കുന്നത് ഞാൻ ആകരുത്, ക്രിസ്തു ആയിരിക്കണം. പക്ഷെ ടൈം കുറവായിരിക്കും. പക്ഷെ നിരാശപ്പെടരുത്, വളർന്നോളും. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വളർന്നോളും. നമുക്കറിയാം, ഇന്ന് പലരും വീണ്ടും ജനിച്ചവരും വളരാത്ത അവസ്ഥയിലാണ്. ഒരു കൊച്ചു കുഞ്ഞുണ്ടായാൽ ആദ്യം എന്താ ചെയ്യുന്നേ? കരഞ്ഞോണ്ടിരിക്കും. 24 മണിക്കൂറിൽ എത്ര നേരം ഉറങ്ങും? ഒരു 18 മണിക്കൂർ, 19 മണിക്കൂർ, 20 മണിക്കൂർ വരെ കൊച്ചു ഉറങ്ങും. പിന്നെ എഴുന്നേറ്റ് ഉറക്ക കരയും. എന്തിനു വേണ്ടിയാ? അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി. ഇന്ന് വിശ്വാസികൾ ഏതാണ്ട് ആ അവസ്ഥയിലാ. 6.25 ദിവസം ഉറങ്ങും, എന്നിട്ട് അവസാനത്തെ 1/4 മണിക്കൂർ എഴുന്നേറ്റ് ഉറക്ക കരയും. എന്താ? എന്തേലും വേണം. പിന്നെയും പോയി കിടന്നുറങ്ങും. ദൈവരാജ്യം നമ്മുടെ മണിക്കൂറുകളെയും നമ്മുടെ ദിവസങ്ങളെയും കീഴ്പ്പെടുത്തി നമ്മളെ പൂർണ്ണമായിട്ടും അതിനകത്താക്കും. അത് വളരാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരുന്ന അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഈ വളർച്ച കൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 8-ാം വാക്യത്തിൽ അത് തുടങ്ങുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. സന്തോഷം, സ്തോത്രം അല്ലെ? നമ്മുടെ പ്രവൃത്തി ആയിരുന്നെങ്കിൽ നമ്മൾ ഒരിടത്തും എങ്ങും എത്തില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ല പിക്ചർ വെച്ച്? ദൈവത്തിന്റെ ദാനമാണ്. അടുത്തത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതും സന്തോഷം. അടുത്ത വാക്യം നോക്കിയേ. എന്നാൽ വേറൊരു കാര്യമുണ്ട്, പ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമല്ല, പക്ഷെ രക്ഷപ്പെട്ടാൽ അതിനകത്ത് എന്തുണ്ട്? പ്രവൃത്തികൾ ഉണ്ട്. അടുത്ത വാക്യം വായിച്ചേ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ നമ്മളെ ദൈവം എന്തിനെങ്ങനെ രണ്ടാമത് ജനിപ്പിച്ചത്? സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ അകത്തുണ്ടെങ്കിൽ എന്ത് നടക്കും? സൽപ്രവൃത്തികൾ നടക്കും. നമ്മുടെ ജീവിതത്തിൽ അത് നടന്നുകൊണ്ടിരിക്കും. ആ നടന്നുകൊണ്ടിരിക്കുന്ന എന്തിന്റെ തെളിവാണ്? യേശു നമ്മളിൽ വളർന്നു വരുന്നതിന്റെ തെളിവാണ്. ഈ സൽപ്രവൃത്തികളെ കുറിച്ച് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, വിളക്ക് കത്തിച്ച് പറയിൻകീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കാണണോ വേണ്ടയോ? പറഞ്ഞേ, കാണണം അല്ലെ? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ മനുഷ്യർ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. അപ്പൊ കാണണം. ഓക്കെ. ഇനി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അടുത്തത് 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 3-ാം വാക്യം, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. അപ്പൊ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്ത് മനോരമ കൊടുക്കണം എന്നാണോ കൊടുക്കണ്ടെന്നാണോ കർത്താവ് പറയുന്നത്? 5-ാം വാക്യത്തിൽ പറയുന്ന, 5-ാം അധ്യായത്തിൽ പറയുന്ന, എല്ലാവരും കണ്ടിട്ട് ദൈവത്തിനോട് സ്തോത്രം പറയണോ, എന്ത് നല്ല മനുഷ്യരാ, ദൈവത്തിന് സ്തോത്രം എന്ന് പറയണം. 6-ാം അധ്യായത്തിൽ പറയുന്നു അതേ പ്രസംഗം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കർത്താവ് പറയുന്നു, മനുഷ്യരാരെയും കാണിക്കാതെ രഹസ്യത്തിൽ ചെയ്തു. അതെന്താ അങ്ങനെ കർത്താവ് മാറ്റി പറഞ്ഞേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന്?
എഫെസ്യ ലേഖനം 2:9 പറയുന്നത് നമ്മളെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ താഴത്തെ വാക്യം അവ ചെയ്തു പോരേണ്ടതിന് ദൈവം അവ നമുക്കായിട്ട് മുന്നൊരുക്കി വെച്ചിരിക്കുന്നു എന്നാ. അപ്പൊ 2 തരം പ്രവൃത്തികളുണ്ട്. ഒന്ന്, മത്തായിയുടെ 6 പറയുന്ന പ്രവൃത്തി ഇങ്ങനെയാണ്: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ. പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്താ? നമ്മുടെ നീതി എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന നീതിയാ? ഏതെങ്കിലും ഒരു വരയിൽ വരുന്ന നീതി പരസ്യമായിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. അത് എന്റെ നീതിയാണ്, അതിന് പ്രതിഫലം നാട്ടുകാർ തന്നോളൂ. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികളുണ്ട്. അത് വിശ്വാസം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ചെയ്യാനും പറ്റുള്ളൂ. എന്തിനാ ഈ പ്രവൃത്തികൾ ഒരുക്കി വെച്ചേക്കുന്നറിയോ? നമ്മൾ ഈ മാത്സ് പഠിച്ചിട്ടുള്ള പിള്ളേർക്കറിയാം, മാത്തമാറ്റിക്സിന്റെ ഒരു സബ്ജക്ട്, ഒരു വിഷയം കഴിയുമ്പോൾ അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, എക്സസൈസസ് കാണും. ആദ്യമൊക്കെ എളുപ്പമായിരിക്കും, കുറെ താഴോട്ട് വരുന്നവരും ടഫായിട്ട് വരും. എക്സാമിനേഷൻ വരുമ്പോൾ അതിനേക്കാൾ ടഫായിട്ടുള്ളതായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. എന്തിനാ ഈ ക്വസ്റ്റ്യൻസ് തരുന്നത്? ഓരോ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുമ്പം, വിശ്വാസത്തിന്റെ ഓരോ ക്ലാസ്സിലേക്ക് കയറുമ്പം വിശ്വാസം പഠിച്ചോ എന്ന പരിശോധന ദൈവം വെച്ചിട്ടുണ്ട്, എക്സസൈസസ്. ഈ എക്സസൈസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ വിശ്വാസത്തിൽ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ, തോറ്റാലും ജയിച്ചാലും. പക്ഷെ നമുക്ക് സാധിക്കാത്ത പരീക്ഷകൾ ഒരിക്കലും ദൈവം വെക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, 2-3 എക്സാമ്പിൾസ് പറയാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടം കുറച്ചുകൂടെ. ഒരു ദിവസം ഞാൻ ഓങ്കോളിൽ നിന്ന് എനിക്ക് കോട്ടയത്ത് വരണം. കോട്ടയത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാദർ മരിച്ചുപോയി. അപ്പൊ എമർജൻസി ആയിട്ട് യാത്ര ചെയ്യും. ശബരി എക്സ്പ്രസ് ആണ്, ശബരിമല സീസൺ ആണ്, ഭയങ്കര തിരക്ക്. റിസർവ്ഡ് ടിക്കറ്റ് അല്ല, ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞപ്പോ നിൽക്കാൻ പോയിട്ട് സൂചി കുത്താൻ സ്ഥലമില്ല. എന്നെ പോലെ ഒരാളുടെ, തടിയനായ ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാൻ ആദ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കൊരു സീറ്റ് തരണേ. കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ അടുത്തിരിക്കുന്നവനോട് ചോദിച്ചു, എവിടാ നീ ഇറങ്ങുന്നത്? എറണാകുളം. അടുത്ത ആൾ ചോദിച്ചപ്പോ കൊല്ലം. വേറെ ആൾ ചോദിച്ചപ്പോ പാലക്കാടാണ് ഏറ്റവും കുറഞ്ഞത്. പാലക്കാട് എത്തണമെങ്കിൽ രാവിലെ 9 മണിയാവും, വൈകിട്ട് 8 മണി ആയിട്ടേ ഉള്ളൂ. രാത്രി മുഴുവൻ നിൽക്കണം. അപ്പൊ എനിക്ക് തോന്നി ദൈവത്തോട് പ്രാർത്ഥിച്ചൊക്കെ കൊള്ളാം, പക്ഷെ സീറ്റ് കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ആരെങ്കിലും എഴുന്നേറ്റ് തരുമോ? പ്രാർത്ഥന ഒന്ന് മാറ്റി. വിശ്വാസം കുറച്ചേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, എന്തോരുണ്ടെന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. പ്രാർത്ഥന അടുത്ത ലെവൽ. കർത്താവെ ചാരി നിൽക്കാൻ ഒരു തൂണ് തരണേ. തൂണിന്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റുന്നില്ല. കാല് നിലത്തോട്ട് കുത്തിയിട്ട് വേണ്ടേ തൂണിന്റെ അടുത്ത് പോകാൻ. 10 മിനിറ്റായി, 15 മിനിറ്റായി, ഒരു രക്ഷയില്ല. പ്രാർത്ഥന പിന്നെ മാറ്റി. ഞാൻ പറഞ്ഞു, കർത്താവെ കോട്ടയം വരെ നിൽക്കാനുള്ള കൃപ തരണം. കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ നോക്കിയിരുന്നത്. ഉടനെ എന്റെ പുറകിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ വേറെ ദൂരേന്ന് ഒരാൾ എന്നെ വിളിക്കുക. അയാൾക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് പുള്ളി അറിയത്തില്ല. വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ നൂണ്ട് അവിടെ എത്തി. ഒരു വിധത്തിൽ ഒരു 15 മിനിറ്റ് എടുത്ത് അവിടെ ചെന്നപ്പോ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി വിട്ടിരുന്നുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആ സീറ്റ് എനിക്ക് ദൈവം തന്നില്ലെങ്കിൽ നെല്ലൂർ എത്തുമ്പോഴേക്കും ഞാൻ ചോദിക്കാം, എന്റെ കർത്താവെ നടുവേദന എടുത്തിട്ട് വയ്യ, എന്നാലും നീ എന്നോട് ഈ പണി ചെയ്തല്ലോ. അപ്പൊ ദൈവത്തിനത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എന്നെ അത്രേ പരീക്ഷിച്ചുള്ളൂ. ഒരു പോക്കുവഴി ഒരുക്കി തന്നു, സീറ്റ് ഒരുക്കി തന്നു, തലയൂരി എന്നെ. അപ്പൊ ദൈവം നേടി. എന്ത് നേടി? എന്റെ കയ്യിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് നേടി. കോട്ടയം വരെ വേണമെങ്കിലും നിന്നോളാം. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചില്ല, കാരണം അതിനുള്ള ശക്തി എനിക്കില്ലെന്ന്. അപ്പൊ ഓരോ എക്സർസൈസ് ഉണ്ട്, ചിലപ്പോൾ സൊല്യൂഷൻ ദൈവം തന്നെയാ തരുന്നേ. പക്ഷെ നമ്മുടെ മുമ്പിൽ എക്സർസൈസ് ഉറപ്പായിട്ടും ദൈവം വെക്കും. രാവിലെ എഴുന്നേറ്റ് ആലോചിച്ച് നോക്കി എത്ര എക്സർസൈസ് നമ്മൾ മിസ്സാക്കി കളഞ്ഞു. ഇനി ഈ 6-ാം അധ്യായത്തിലെ നീതി പ്രവൃത്തി ഭയങ്കര എളുപ്പമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ പിരിവിട്ട് 2 വിധവമാരെ സഹായിച്ച്, അല്ലെങ്കിൽ 4 തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു. നോ പ്രോബ്ലം, നമുക്ക് ഇഷ്ടമുള്ളപ്പോ കൊടുത്താൽ മതി, അത് ഈസിയാണ്. എന്നാൽ ചില പ്രവൃത്തികൾ വളരെ പാടാണ്. 5-ാം അധ്യായത്തിൽ നോക്കി, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് കാണിക്കാൻ പറഞ്ഞേക്കുക. ഈ പരസ്യമായിട്ട് കാണിച്ച ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്തെന്നറിയോ? പുതുമഴ പെയ്ത സമയമാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ദേശത്തുള്ള മുഴുവൻ പ്രാണികളും നമ്മുടെ വീട്ടിൽ കാണും.
ഒന്നാമതേ മുഴുവൻ ഇരുട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രാണികൾ വേറെ എങ്ങോട്ടും പോകത്തില്ല, നമ്മുടെ വെളിച്ചത്തിൽ തന്നെ കാണും. അപ്പൊ ഞാൻ നോക്കിയപ്പം കർത്താവെ ലൈറ്റ് ഇട്ടത് അബദ്ധമായി, നാട്ടുകാർ മുഴുവൻ നമ്മുടെ വീടിന് മുമ്പിലുണ്ട്. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് ഓങ്കോളജി സംഭവിച്ചു. എന്താണെന്നറിയോ? ഒരു ദിവസം രാവിലെ ഒരുത്തൻ ഭിക്ഷ ചോദിച്ചു വന്നു. അപ്പൊ രാവിലെ ഞങ്ങള് വചനം ധ്യാനിച്ചിട്ടിരിക്കുക, ചോദിക്കുന്ന ഏവനും കൊടുപ്പിൻ. ദാ വന്നിരിക്കുന്ന ഒരാള്. രണ്ടു തരം ഭിക്ഷക്കാരുണ്ട്. ചിലർ വന്ന് അമ്മ വല്ലതും തരണേന്ന് പറയും, അവർക്ക് 5 രൂപ 2 രൂപ കൊടുത്തു വിടും. ഇത് വേറെ ടൈപ്പാണ്, ഫുൾ സ്യൂട്ടാണ്. പുള്ളി എന്നിട്ട് പറഞ്ഞു വിജയവാഡയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലി പോക്കറ്റ് അടിച്ചു പോയി. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെഗിങ് ആണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞൊരു 30 രൂപയെങ്കിലും നമ്മൾ കൊടുക്കും, കാരണം ആ ചോദിക്കുന്നതിന്റെ ആ ഒരു ലെവൽ അതാണ്. അപ്പൊ പുള്ളി 50 രൂപ ചോദിച്ചു. അപ്പൊ ഇന്ന് വചനം വായിച്ചതിന്റെ ചൂടിലിരിക്കാറുണ്ട് 50 രൂപ കൊടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പം ദാ വന്നേക്കുന്നു വേറെ 2-3 പേര്, ഇവന്റെ ഫ്രണ്ട്സാ. അവർക്കെല്ലാം പൈസ വേണം. എല്ലാവരുടെയും വണ്ടിക്കൂലി ഇവന്റെ കയ്യിലായിരുന്നു, അത് പോയി. എല്ലാവർക്കും പൈസ വേണം. ഞങ്ങളുടെ കയ്യിൽ ആകെ 200 രൂപയുണ്ട്. ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, 2-3 പേർക്കൊക്കെ 10-20 വെച്ച് കൊടുത്തു. കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവ് ഇങ്ങനെ ഈയലുകളെല്ലാം കൂടെ വന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരില്ലേ? നാട് മുഴുവൻ ഒരു പറയൂലേ ഇവിടെ ചെന്നാ പൈസ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഇതിനെന്താ ഒരു പരിഹാരം? ഈ ലൈറ്റ് തണ്ടുമേ വെക്കുകയും ചെയ്യണം, എന്നാ നമ്മളെയും കൊണ്ട് ഇവർ പോവുകയും ചെയ്യരുത്. അപ്പൊ എനിക്ക് ഒരു സൊല്യൂഷനും കർത്താവിന്റെ ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. ഉടനെ അവിടെ ഒരു പുസ്തകം അവിടെ കിടപ്പുണ്ടായിരുന്നു, എടുത്ത് നോക്കി. അതിനകത്ത് സെർമൺ ഓൺ ദ മൗണ്ട് എന്നൊരു പുസ്തകം ഓസ്വേൾഡ് ചേമ്പേഴ്സ് ഒരു പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓസ്വേൾഡ് ചേമ്പേഴ്സിന്റെ ഒരു പ്രാർത്ഥന: ദൈവമേ, എന്റെ വീട്ടിൽ വരുന്ന ആരോടും നോ പറയാൻ എന്നെ അനുവദിക്കരുത്. പ്രാർത്ഥിക്കാവോ? ധൈര്യമുണ്ടോ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: നീ പറയാത്ത ഒരുത്തനും എന്റെ വീട്ടിലോട്ട് വരരുത്. ആശ്വാസമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ, നീ ഒരുക്കിയിട്ടല്ലാതെ ഒരു സൽപ്രവൃത്തി എനിക്ക് ചെയ്യണ്ട, നീ തരുന്നതും മാത്രം മതി. 2007 നടന്ന കാര്യം. 6 വർഷം കൂടെ ഞങ്ങൾ ഓങ്കോളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പല ഭിക്ഷക്കാരും കേരളത്തിൽ വന്ന് അവിടെ വെള്ളപ്പൊക്കം, അമ്മ വെള്ളവും സഹായിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഒരൊറ്റ ഭിക്ഷക്കാരൻ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ദൈവം അനുവദിക്കാത്ത ഒരുത്തനും നമ്മുടെ വീട്ടിലേക്ക് വരത്തില്ല. അതാണ് ദൈവത്തിന്റെ രാജത്വം. നമ്മൾ തോറ്റുപോവല്ല, നമ്മുടെ വിളക്ക് തെളിഞ്ഞു തന്നെ ഇരിക്കും. പക്ഷെ ദൈവം അറിയാത്ത ഒരുത്തനും നമ്മുടെ വീട്ടിൽ വരില്ല. അപ്പൊ തെരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികളിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അത് കണ്ട ആൾക്കാർ പറയും, ഇത് ഇവന്റെ ശക്തിയല്ല, ഇത് ദൈവമാണ് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഇവന്റെ നീതി അല്ല എന്ന് ആളുകൾ പറയണം. അതിന് നമ്മുടെ ബലഹീനതയാണ് ശക്തിയേക്കാൾ നല്ലത്. യേശുവിന്റെ നീതി നമുക്ക് നാളെ അത് കാണാം. റിപ്പൻഡൻസിനെ കുറിച്ച് പറയുമ്പം യേശുവിന്റെ നീതി ഒരിക്കലും നമ്മുടെ റിസോഴ്സസിനെ ആസ്പദമാക്കിയല്ല, ദൈവത്തിന്റെ റിസോഴ്സസിനെ ആസ്പദമാക്കിയാണ്. നമ്മുടെ റിസോഴ്സ് കൊണ്ട് ഒരു പണി നടക്കില്ല, ദൈവത്തിന്റെ റിസോഴ്സ് കൊണ്ട് മാത്രമേ പണി നടക്കുള്ളൂ. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഈ കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയ കാര്യമൊക്കെ ഞാൻ പണ്ട് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞായിരുന്നു. അവിടെ ഒരു കാര്യം ദൈവം ഞങ്ങളോട് പറഞ്ഞായിരുന്നു: നിങ്ങളുടെ പണി ഇതല്ല, അതുകൊണ്ട് എങ്ങും കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് പോകണ്ട. ആ പണി നീ ചെയ്താൽ നീ തന്നെ പിന്നെ പിരിവെടുക്കാൻ നടക്കേണ്ടി വരും. ഞാൻ തരുന്ന കുഞ്ഞുങ്ങൾ മതി. കർത്താവ് തന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. 4 പേര്, ഞങ്ങളുടെ സ്വന്തം മോൻ ഉൾപ്പെടെ 4 പേര്, 3 പേരെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തും. അതിൽ ഒരാൾ HIV പോസിറ്റീവാണ്. നിങ്ങൾ ആ കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. 14 വയസ്സ് കഴിഞ്ഞു, ഇപ്പൊ ഇത്തിരി കോംപ്ലിക്കേഷനിലൊക്കെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, അവന്റെ പേര് തിമോത്തി എന്നാണ്. അപ്പൊ ഈ HIV പോസിറ്റീവ് ഉള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പലയിടത്തുനിന്നും ആൾക്കാർ വരാൻ തയ്യാറായി. അമേരിക്കയിൽ നിന്ന് ഒരു ടീം വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു ഭയങ്കര ദുർഘടമായ വഴിയിലൂടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പാറയിൽ പിടിച്ച് കയറുക. സ്വപ്നത്തിലാട്ടോ. സൈഡിലോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ, വിശാലമായ NH-47 പോലെ റോഡ് അടുത്തൂടെ കിടക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറയാ സ്വപ്നത്തിൽ, നമ്മൾ എന്തിനാ ഈ കല്ലേ പിടിച്ച് കയറുന്നത്? ഇറങ്ങി സുഖമായിട്ട് നടന്നു പോയിക്കൂടെ? കർത്താവ് പറഞ്ഞു, നാശത്തിലേക്കുള്ള വഴി വിശാലം. ഇന്ന് നമ്മളോട് പ്രവാചകന്മാർ വന്നിട്ട് നിനക്ക് ദൈവം വിശാലമായ ഒരു വഴി തുറന്നിരിക്കുന്നു പറയുമ്പോഴേ ചോദിക്കണം, നാശത്തിലേക്കുള്ള വഴിയാണോ ഉദ്ദേശിച്ചത്? കാരണം യേശു നമുക്ക് വേണ്ടി ഒരു ഇടുക്ക് വഴി മാത്രമേ തുറന്നിട്ടുള്ളൂ.
കാരണം ആ ഇടുക്ക് വഴിയിൽ മാത്രമേ ക്രിസ്തു ഉള്ളൂ. നമ്മൾ ഈ വിശാലമായ ലോകത്തിന്റെ വഴിയിലോട്ട് പോയാൽ അവിടെ ക്രിസ്തു ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ കർത്താവ് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു, അമേരിക്കക്കാരുടെ പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ നല്ലപോലെ ഈ പ്രസ്ഥാനമായിട്ട് നടത്തും. പക്ഷെ കുറെ കഴിയുമ്പോൾ ആൾക്കാർ പറയും, അമേരിക്കക്കാരന്റെ പണം ഉണ്ട്, എന്തുമാത്രം, അങ്ങനെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് നടത്തായിരുന്നു. അപ്പൊ അവസാനം മഹത്വം ആർക്കായിരിക്കും? ഡോളർ സാറിനായിരിക്കും. ആണോ അല്ലയോ? ഇന്ന് ക്രിസ്ത്യാനികൾ പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡോളറിനെ പറയുള്ളൂ. കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ തരുന്നത് മതി, അതുകൊണ്ട് ജീവിച്ചോ. കാരണം എന്റെ മകന് വേണ്ടി ഞാൻ ഫണ്ട് എടുക്കാൻ പാടില്ലല്ലോ, അതുപോലെ എനിക്ക് കിട്ടിയേക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഫണ്ട് എടുക്കണ്ട, നിന്റെ വീട്ടിൽ തരുന്നോണ്ട് കൊടുത്തു. അപ്പൊ അയൽവക്കക്കാർക്ക് അറിയാം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പലചരക്ക് കടയിൽ 40 രൂപ 45 രൂപ കടമുണ്ട്, 40-45 രൂപ 2 ഡിജിറ്റ് കടങ്ങൾ. അപ്പൊ അവരെല്ലാം ചോദിക്കും, എന്താ നിങ്ങൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇത്രയും പേരെ എടുത്ത് വളർത്തി പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എവിടെന്നാ പണം, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുവാണല്ലോ. ഞങ്ങൾ പറയും, കർത്താവ് ഞങ്ങളെ ഇങ്ങനെ വഴിയിൽ നിന്ന് എടുത്തതാണ്, അവന്റെ വീട്ടിൽ കൊണ്ട് ഇട്ടേക്കുന്നത്, വളർത്തുന്നത് വെറും സൗജന്യമാ. അതിന്റെ 10,000-1 പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മഹത്വം ആർക്കാ? കഴിവില്ലാത്ത ഞാൻ ചെയ്യുമ്പോഴാണ് മഹത്വം ദൈവത്തിന് പോകുന്നത്. കാരണം ആളുകൾ കാണും ദൈവമാണ് ചെയ്യുന്നത്, ഞാനാണെന്ന് ആരും കാണത്തില്ല. ഇനി താലന്ത് പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, താലന്ത് ഇല്ലാത്തതാ നല്ലത്. എബിലിറ്റി അല്ല, അവൈലബിലിറ്റി ആണ് ദൈവം നോക്കുന്നത്. പത്രോസിനെയും പൗലോസിനെയും എടുത്തു വെച്ചിട്ട് പൗലോസിന് നല്ല റിസോഴ്സസ് ആയിരുന്നു യഹൂദന്മാരുടെ അടുത്ത് സംസാരിക്കാൻ. സെന്നിദ്രീൻ സംഘത്തിൽ പോയി സംസാരിക്കേണ്ടത് പത്രോസ് അല്ല, പൗലോസാണ്. നമ്മുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ ജാതികളായ ബർബരന്മാരുടെ അടുത്ത് വേണം മുക്കുവനായ പത്രോസിനെ വിടാൻ. പക്ഷെ ദൈവത്തിന്റെ ബുദ്ധി എന്ന് പറയുന്ന നേരെ തിരിച്ചാ. എല്ലാ ജ്ഞാനവുമുള്ള പൗലോസിനെ വിട്ടേക്കുന്ന ഒന്നും മനസ്സിലാകാത്ത കൊരിന്തുകാരുടെ അടുത്തും സാധാരണക്കാരുടെ അടുത്തും പോയി അവൻ പ്രസംഗത്തിന്റെ ബോഷത്വം എന്താന്ന് പഠിച്ചു. നേരത്തെ അതിന്റെ വാഗ്മിത്വമായിരുന്നു പഠിച്ചിരുന്നത്. പത്രോസ് പോയി യഹൂദന്മാരുടെ മുമ്പിൽ ന്യായപ്രമാണം കലക്കി കുടിച്ചേക്കുന്നവരുടെ മുമ്പിൽ കിടന്ന് വിറയ്ക്കുക. കർത്താവ് പറഞ്ഞു, നീ വായങ്ങ് തുറന്നാ മതി, നിന്റെ ശക്തി കൊണ്ട് നടക്കൂല, ഞാൻ ചെയ്തോളാം. കാരണം ദൈവം ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ടാലന്റ് നോക്കിയല്ല, അവൈലബിലിറ്റി നോക്കിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ സാധ്യമാകുന്നത് അവന്റെ ശക്തിക്ക് നമ്മൾ കീഴ്പ്പെടുമ്പോഴാണ്, അവന്റെ രാജ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. അതിനൊരു കഴിവും വേണ്ട, അവൈലബിലിറ്റി മാത്രം മതി. ഈ സഭയിലെ വിശ്വാസികൾ അവൈലബിൾ ആണെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ കഴിയും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സ്വർഗത്തിലേക്ക് ചെല്ലുമ്പം ദൂതന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന്, ഓ നമ്മുടെ ചേസ് വന്നു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഒരു പാട്ട് പാടുന്ന ആലോചിച്ചെങ്കിൽ ഒരിക്കലും ഒരു പാടത്തില്ല. അവിടെ ചെന്ന് ഈ കിരീടം എല്ലാം കൂടെ കിട്ടിയാലും ഞാൻ അതെല്ലാം വലിച്ച് കർത്താവിന്റെ കാൽക്കലോട്ട് ഇട്ടിട്ട് അവിടെ വീഴുള്ളൂ. കാരണം ഈ കണ്ടോണ്ടിരുന്ന ദൂതന്മാർക്കും അറിയാം, കർത്താവിനും അറിയാം, എനിക്കും അറിയാം, ഒന്നുമില്ലാത്ത എന്നെ ഈ കോലത്തിലാക്കിയത് യേശുവിന്റെ പ്രവൃത്തിയാണ്, എന്റെ പ്രവൃത്തി പോലും അല്ല. ഒരു ജഡവും പുകഴാൻ ഇതിനകത്തൊന്നുമില്ല, അവന്റെ റിസോഴ്സസ് ആണ് എന്നെ ഇങ്ങനെ ആക്കിയെന്നുള്ള കാര്യം എനിക്കും അറിയാം, ദൂതന്മാർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ മഹത്വവും കുഞ്ഞാടിനെ പോകുള്ളൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന നീതി. നിങ്ങളുടെ പ്രവൃത്തികളെ ലോകം കണ്ടിട്ട് അവർ നിങ്ങളുടെ വാക്ക് പറയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുൻപിൽ, പ്രവൃത്തികൾ അവരുടെ മുൻപിൽ പ്രകാശിക്കണമെങ്കിൽ അതിന്റെ റിസോഴ്സസ് ആരായിരിക്കും? ദൈവമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ചോദിക്കും, പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം, റിസോഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാം, ദൈവം ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മുഴുവൻ ഈയലുകളെയും കൊണ്ട് വീട് നിറഞ്ഞിരിക്കുക. വിൻഡോയിൽ കൂടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ എന്താ, സഹോദരന്റെ വീട്ടിൽ ലൈറ്റ് ഉണ്ട്. ഞാനുടനെ എന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഉള്ള ഈയലുകൾ മുഴുവൻ സഹോദരന്റെ വീട്ടിലോട്ട് പോയി. എല്ലാം ചത്തു കഴിയുമ്പോൾ ഞാനിത് ഓൺ ചെയ്യും. കാരണം ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് 21-ാം നൂറ്റാണ്ടിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കർത്താവ് പറയാണ്, ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ ഇരിക്കട്ടെ. ഈ ലൈറ്റ് കണ്ടുകൊണ്ട് പലതരത്തിലുള്ള ആൾക്കാർ വരും, വഴി അന്വേഷിച്ച് വരുന്നവർ വരും, കൊള്ളക്കാർ വരും, ഉപദ്രവിക്കുന്നവർ വരും. ആകെ ഈ വെളിച്ചമുള്ളൂ.
ഒരു ദേശത്ത് ആകെ ഒരു വെളിച്ചം ഉള്ളെങ്കിൽ സകല മനുഷ്യരും വരും അവിടെ. അത് നമ്മുടെ അപഹരിച്ചു പോകുന്നവൻ കാണും. പുതപ്പെടുപ്പിക്കാൻ വരുമ്പം പറയും ഉടുപ്പും കൂടെ കൊണ്ടുപോകണം. ലൈറ്റ് അടിച്ച് വന്നവനാ. ഇതൊക്കെ നടക്കുവോ പാസ്റ്ററെ? നടക്കൂല. അതുകൊണ്ടാണ് യേശു നമുക്കായി മരിച്ചത്. അതുകൊണ്ടാണ് അവന്റെ ആത്മാവ് നമുക്ക് കർത്താവിന്റെ വഴി എന്താന്ന് കാണിച്ചു തരുന്നത്. ഇന്ന് പെന്തക്കോസ്തുകാർ ആത്മാവിൽ സൗണ്ട് ഉണ്ടാക്കിയാ പോരാ, ആത്മാവിൽ ജീവിക്കണം. അപ്പൊ നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് മനുഷ്യർ കാണും, ജനങ്ങൾ കാണും, ആൾക്കാർ ഓടിക്കൂടും. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ ജീവൻ നോക്കിയാ അവർ വരുന്നത്. ആത്മാവ് നമ്മളിൽ ഒന്നാമത് ഉണ്ടാക്കേണ്ടത് യേശുവിന്റെ ജീവനാ. ആ ജീവൻ നമുക്ക് ജീവിതമായി മാറിയാൽ നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് കഴിയും. എത്ര പേർക്ക് ഇത് ആഗ്രഹമായിട്ടുണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം, വചനത്തിന്റെ പ്രസംഗം രണ്ടുപേരിലെങ്കിലും ക്രിയ ചെയ്താൽ ഈ ദേശത്തെ മാറ്റാൻ അത് മാത്രം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനോടുള്ള ആഗ്രഹം നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ വന്നാൽ നിങ്ങൾക്കായി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ അത് ചെയ്യണമെങ്കിൽ ചില സമയത്ത് നമുക്ക് മരണ ഭയത്തെ തോൽപ്പിക്കേണ്ടതായിട്ട് വരും. മരിച്ചു പോകുന്നുള്ള പേടിയെ തോൽപ്പിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. ഒരു ദിവസം ഒരു പെൺകുട്ടി ഞങ്ങളുടെ കേരളത്തിലുള്ള സുഹൃത്തുക്കളുടെ വീട്ടിൽ ചെന്നു. അത് യാദൃശ ചെന്നത്. എന്റെ കഥയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. പെൺകുട്ടിയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഓർഫനേജിലായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ക്യൂ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുളിക്കാൻ ക്യൂ, പല്ല് തേക്കാൻ ക്യൂ നിന്ന് ഞാൻ മടുത്തു. എനിക്കൊരു വീട്ടിലൊന്നും വന്ന് താമസിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം, ന്യായമായൊരു ആഗ്രഹം. ഇതൊരു ഡോക്ടറുടെ അടുത്താണ് ചെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടാ. ഈ ലേഡി ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ. ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്കത് അത്ര ഒരു എളുപ്പമായി തോന്നിയില്ല. കാരണം അവരുടെ തിരക്കുകളും എല്ലാമായിട്ട് ഓങ്കോളോട്ട് ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ നിർത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞു വീട്ടുകാരെ. അവർ വീട്ടിൽ വന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ മനസ്സിലായി ഇവർ പറഞ്ഞ എല്ലാം തെറ്റായിരുന്നു, ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാണ്. ഇവള് പറഞ്ഞെടുത്തൊരു ഹോസ്റ്റലും ഇല്ല, ഓർഫനേജും ഇല്ല, ഒന്നുമില്ല. ഇവള് പറയുന്ന തമിഴ് ശ്രീലങ്കൻ തമിഴാ. ശ്രീലങ്കയിൽ നിന്ന് ചാടി വന്ന ആരെങ്കിലും പുലി വല്ലതും ആണോ എന്ന് ഞങ്ങൾ സംശയിച്ചു. ഒന്നും പറയാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും. ഇവിടെ ആരോ കല്യാണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഒരു പയ്യൻ വരും, 1-ാം തീയതി വരും എന്ന് പറഞ്ഞു. 30-ാം തീയതി പുള്ളി വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്. പുള്ളിക്കാരി വയലന്റായി റൂമിനകത്ത് കയറി കഥ കടച്ചു. ഞങ്ങളുടെ പിള്ളേര് ഡോറിന്റെ വിടവിലൂടെ നോക്കിയപ്പോ ഇവള് സാരിയിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫാനില്. ഇവളുടെ ഒരു ഐഡന്റിറ്റി കാർഡില്ല, അഡ്രസ് ഇല്ല, പേരില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഡോറെല്ലാം തല്ലി പൊളിച്ച് അകത്ത് കയറി ഇവളെ താഴെ ഇറക്കി കിടത്തി. അവൾക്ക് അപ്പൊ തന്നെ കേരളത്തിൽ പോകണം, ഈ ചെറുക്കന്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞ ചെറുക്കൻ മര്യാദക്കാരനാണ്, നീ അവന്റെ കുടുംബം നശിപ്പിക്കും. അവൻ മോശമാണെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കെ, എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അവൾ അപ്പൊ തന്നെ ഇറങ്ങി. ഞങ്ങൾ പുറകെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവൾ ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. ഞാൻ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു നീ പോകരുത്, നിന്റെ നാശത്തിനാണ്, പോകരുതെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഇല്ല, ഞാൻ പോയേ പറ്റുള്ളൂ. പോയി കഴിഞ്ഞപ്പം ഈ കപ്പിൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അവൾ തിരിച്ചു വന്നാൽ കയറ്റരുത്. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി കയറ്റരുത്. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി ഒരിക്കലും അവളെ കയറ്റത്തില്ല. കാരണം നിങ്ങൾ ആലോചിച്ചെങ്കിൽ അതിന്റെ പ്രയാസം. അഡ്രസ്സോ വീടോ കൂടോ ഒന്നും അറിയാത്ത ഒരാള് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് കണ്ടാൽ അന്യദേശത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഇവൾ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് സമാധാനം പറയും? വീട്ടിൽ ചെന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടുകുത്തി കട്ടിലിന്റെ അടുത്തേക്ക് ഇങ്ങനെ പകുതിയായപ്പം കർത്താവ് പറഞ്ഞു ഇനി മേലാൽ നീ അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് പാടരുത്. നീ ചെയ്ത പ്രവൃത്തിയിൽ അമേസിംഗുമായിട്ടൊന്നുമില്ല, ഗ്രേസ് ആയിട്ടും ഒന്നുമില്ല. ഉടനെ കർത്താവ് എനിക്ക് പറഞ്ഞ മെസ്സേജ് എനിക്ക് മനസ്സിലായി. നിന്റെ വാതിൽ അടയ്ക്കുന്നത് നീ ആണെങ്കിൽ നീയാണ് നിന്റെ വീടിന്റെ രാജാവ്. ആ രാജാവായിട്ട് വേണോ നീ തീരുമാനിച്ചു. ഉടനെ ഞാൻ ഫോൺ ചെയ്തു ഇവരോട് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരാൻ പറഞ്ഞേരെ. മരിച്ചാ മരിച്ചു, പക്ഷെ അനുസരണമാണ് ഫസ്റ്റ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇനി അവൾ തിരിച്ചു വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളുടെ എല്ലാം തീരാതോടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം അവളെ വിടത്തില്ല. എന്തുകൊണ്ട് വിടത്തില്ല? എന്റെ വാതിലിന്റെ ആ കൺട്രോൾ ദൈവത്തിന് വേണമെന്ന് മാത്രം ദൈവത്തിനുള്ളൂ. എന്നെ ട്രബിളിനകത്ത് കൊണ്ടുവരണം ദൈവത്തിനില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവൾ പിന്നെ വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിൽ ചില സമയത്ത് അവൻ നമ്മുടെ വിശ്വാസം എവിടം വരെ എത്തുമെന്നൊന്ന് പരീക്ഷിക്കും. പക്ഷെ നമ്മളെ കുഴിയിൽ കൊണ്ടുപോയി അവൻ ചാടിക്കത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ധൈര്യമായിട്ട് ഈ പിതാവിനെ നമുക്ക്
വിശ്വസിക്കാം. നമുക്ക് ചെയ്തു പോരേണ്ടത് ഇനി സൽപ്രവൃത്തികളെ മുന്നൊരുക്കിയിരിക്കുന്ന പിതാവിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ പുനരുത്ഥാനം ചെയ്ത കർത്താവാണ് എന്റെ കർത്താവെങ്കിൽ അതേ ആത്മാവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിൽ അവന്റെ കൂടെ നിത്യം വാഴും. ആ നിത്യതയുടെ കാണാത്ത കാഴ്ച എന്റെ വിശ്വാസം എന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനെ പോലെ മരിക്കില്ല, യേശുവിന് അനുരൂപനായി മാറിയേ മരിക്കുള്ളൂ. പറയാൻ പറ്റുമോ ഹൃദയം കൊണ്ട്? നിങ്ങൾ നടക്കുന്ന വഴി നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം ക്രിസ്തു നടക്കുമായിരുന്ന ഇടുക്കു വഴികൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഓരോ ദിവസവും കാണിച്ചു തരും. പക്ഷെ നിങ്ങളെ കുഴിയിൽ കൊണ്ടേ ചാടിക്കില്ല. കാരണം വിശ്വസ്തനായ ഒരു പിതാവാണ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത്. ബട്ട് എവറി മോമെന്റ് ഓഫ് യുവർ ലൈഫ് യു വിൽ സെൻസ് വെയർ ജീസസ് വുഡ് ഹാവ് വാക്ക്ഡ്. യേശു ഏതു വഴിയാ നടക്കുമായിരുന്നു എന്നുള്ള സെൻസ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ദൈവം അവന്റെ നീതിയെ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. പാപത്തെ ബോധ്യപ്പെടുത്തി തരുന്നത് പോലെ യേശുവിന്റെ നീതിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് കൂടെ ദൈവം നമുക്ക് തരുമ്പോഴാണ് ആത്മാവ് പറയുന്നത്, സഭകളോട് പറയുന്നത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം ഈ സഭയിൽ അനേകം ആളുകൾക്ക് ആത്മാവിന്റെ വെളിപ്പാടുകൾ നൽകി വചനം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടെ ഞങ്ങൾക്ക് എന്ന വചനത്തിനായിട്ട് സ്തോത്രം. ആത്മാവ് ഞങ്ങൾക്ക് ജീവനായി മാറി, ഈ വചനം ഞങ്ങൾക്ക് വിശ്വാസമായി പരിണമിച്ച് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ദൈവമേ അവിടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാൻ ഇല്ല കർത്താവെ. അങ്ങ് ഞങ്ങളുടെ അവയവങ്ങളിൽ വെളിപ്പെടുന്നത് വരെയും അങ്ങയുടെ മുൻപിൽ ഞരങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒന്നുകൊണ്ടും തൃപ്തി വരാതെ യേശുവിന് വേണ്ടി ഓടുവാൻ, ഒരു വരയിലും ഞങ്ങൾ ആശ്വസിക്കാതെ യേശുവിനെ ഞങ്ങളുടെ അവയവങ്ങളിൽ കാണുന്നത് വരെയും അങ്ങയുടെ മുൻപിൽ കിടക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.